ഹല്ലേലൂയ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സഭായുഗത്തിൽ നിങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ ഉയർത്തുവാൻ, ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം വലിയവനായ എനിക്കും തന്ന വലിയ ഭാഗ്യത്തിന് എല്ലാ മഹത്വവും ബഹുമാനവും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് അർപ്പിക്കുന്നു. അത്ഭുതകരമായ സാക്ഷ്യങ്ങളൊക്കെ ഈ സഭായുഗത്തിന് നടുവിൽ കേൾക്കുവാനായിട്ട് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന വീര്യപ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം, ജീവിപ്പിക്കുന്ന ദൈവം. കർത്താവിന് അസാധ്യമായി യാതൊന്നുമില്ല. നമ്മുടെ സ്ഥിതി എന്തുമായിക്കൊള്ളട്ടെ, ദൈവത്തിന് അതിന്റെ പേരെല്ലാം അത്ഭുതം ചെയ്യാനായിട്ട് കഴിയും. ദൈവം ആഗ്രഹിക്കുന്നത് പൂർണ്ണമായും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക എന്നത് മാത്രമാണ്. നമ്മുടെ ജീവിതം കർത്താവിനായിട്ട് സമർപ്പിച്ചു കൊടുത്താൽ ബാക്കി ദൈവം കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. പകലിൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന, കർത്താവിൽ വളരെ ബഹുമാനിക്കുന്ന പാസ്റ്റർ സുനിൽ കൃഷ്ണ, അദ്ദേഹത്തിന്റെ കുടുംബം, മക്കൾ, സ്തോത്രം എല്ലാവരെയും ഞാൻ വിശേഷാൽ വാഗ്ദാനം ചെയ്യുന്നു. സഭയിൽ ഓരോ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്നേഹവും വന്ദനങ്ങളും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പാസ്റ്ററുടെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുവാനിടയായി, കോവിഡ് കാലത്തെ ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കാനിടയായി. എന്നാൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ കോവിഡ് സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോ ഒരു പക്ഷെ ഏറ്റവും അധികം ഞാൻ ബന്ധപ്പെടുകയും സംസാരിക്കുകയും ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്തത് സുനിൽ പാസ്റ്ററോടൊത്താണ്. പാസ്റ്ററുമായിട്ട് ഒരുമിച്ച് പലയിടത്ത് യാത്ര ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചു. പാസ്റ്റർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോ ദിവസവും എൻഗേജ്ഡ് ആയിട്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നത് കാണുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവദാസനെ ദൈവം തന്റെ വളരെ യൗവനത്തിൽ കുടുംബമായിട്ട് ദൈവനാമഹത്വത്തിന് വേണ്ടി ആ നിലകളിൽ പ്രയോജനപ്പെടുത്തുന്നതുകൊണ്ടും ദൈവവേദിയോടുള്ള സമർപ്പണത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ സമയത്ത് പ്രത്യേകിച്ച് പാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീടിന്റെ പരിസരത്തൂടെയൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴെല്ലാം പാസ്റ്റർ ഓരോ കിറ്റ് കൊണ്ട് വന്നിട്ട് പോകും. കിറ്റിനകത്ത് ഞങ്ങൾക്ക് മിക്കവാറും ഒരു മാസം ഉപയോഗിച്ചാലും തീരാത്ത പച്ചക്കറി അതിനകത്ത് ഉണ്ടായിരിക്കും. തീരുന്നതിന് മുൻപേ പാസ്റ്റർ അടുത്ത സ്റ്റോക്ക് എത്തിക്കുമായിരുന്നു. സ്തോത്രം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത്രയൊന്നും ഞങ്ങൾ കഴിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പിന്നിൽ പാസ്റ്ററുടേതായ വിശ്വാസികളും ഒക്കെ നിങ്ങളെല്ലാവരും ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ എല്ലാവരെയും ഇതിലും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കർത്താവ് മാനിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനം നമ്മൾ കേട്ടു. ദൈവം നമ്മുടെ രക്ഷയാണ്, നമ്മുടെ പരിചയമാണ്, നമ്മുടെ തല ഉയർത്തുന്നവനാണ്. വൈരികൾ അത്ര പെരുകിയാലും ദൈവം നമുക്ക് പരിചയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വൈരികൾ എന്ന് പറയുമ്പോൾ ശത്രുക്കൾ പെരുകുമ്പോൾ അവരെ ആക്രമിക്കുന്നത്, ഈ ഒരാള് നമ്മളെ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ, അത്യാവശ്യം കരാട്ടയൊക്കെ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ ഒരാൾ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും. ഇനി രണ്ടുപേര് വന്നാൽ പിന്നെ ഒന്നുകൂടെ ഒരു പക്ഷേ കുറച്ചു നേരമൊക്കെ വരുന്ന ആൾക്കാരുടെ ബലം കുറവാണെങ്കിൽ ഇയാൾക്ക് പഠിച്ച അഭ്യാസമൊക്കെ വെച്ച് നിൽക്കാൻ പറ്റും. പക്ഷേ കൂടുതൽ പേര് വന്നു കഴിഞ്ഞാൽ നീ എത്രയൊക്കെ അഭ്യാസം പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഭാഗമല്ലേ, വലിയ സാഹസം വീരകഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും, പണ്ട് സിനിമ കാണുന്ന സമയം ഉണ്ടെങ്കിലും അതിലെ ഹീറോ ഇങ്ങനെ 10-20 പേരെയൊക്കെ അടിച്ചിടുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും വാസ്തവത്തിൽ 1, 2, 3 പേരൊക്കെ ആയിക്കഴിഞ്ഞാൽ എത്ര ബലവാനായ മനുഷ്യനും ഏത് ഭാഗത്തും കൂടെ ആക്രമണം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിലത്ത് വീഴാനിടയാകും. എന്നാൽ ദൈവം നമുക്ക് ചുറ്റും പരിചയമാണ്. വൈരികൾ എത്ര പെരുകിക്കൊള്ളട്ടെ, ദൈവം പരിചയമാണെങ്കിൽ അവർക്കൊന്നും നമ്മെ തൊടാനായിട്ട് പറ്റത്തില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് മാനുഷികമായിട്ട് നമ്മളെ അടിക്കാനും കൊല്ലാനും കുത്താനും ഒക്കെ വരുന്ന ആൾക്കാരെ കുറിച്ചല്ല. അങ്ങനെ ആരും വരത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ നമുക്കെതിരെ ഏത് സമയവും ആക്രമണത്തിന് വേണ്ടി തയ്യാറായി ഇങ്ങനെ രാവും പകലും ചുറ്റി നടക്കുന്ന വൈരിയായ പിശാച് അവന്റെ ഏതൊക്കെ തന്ത്രങ്ങൾ എതിരായിട്ട് ഉയർത്തിക്കൊണ്ട് വന്നാലും അതിൽ നിന്നെല്ലാം നമ്മെ സംരക്ഷിക്കാൻ നമ്മുടെ പരിചയമായ ദൈവം കൂടെയാണ്. ആ കർത്താവിങ്കൽ നമുക്ക് ബലപ്പെടാം. ദൈവ സാന്നിധ്യം ഇന്ന് ഈ സഭായുഗത്തിന് നടുവിൽ നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങളുടെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും 3ാമത്തെ ദിനം കൂടെയാണല്ലോ. നിങ്ങളൊക്കെ വിവിധ ദിനങ്ങളിൽ ഉപവാസത്തോടെ ഈ ദിനങ്ങളിലായിരിക്കുന്നു. ഇന്നത്തെ വൈകുന്നേരം നമുക്ക് തിരുമേശ ശുശ്രൂഷയൊക്കെ ഉണ്ട്. കർത്താവ് നമ്മെ ഈ ശുശ്രൂഷകളെല്ലാം നമ്മുടെ ആത്മീയ വർധനവിന്, വിടുതലിന്, അനുഗ്രഹത്തിനായിട്ടൊക്കെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ദൈവസനയിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. നമ്മളെ ഈ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ മാത്രം ദൈവത്തിൽ ആശ്രയിക്കുന്നവരാകാതെ എല്ലായ്പ്പോഴും നമ്മുടെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ദൈവം അനന്യനാണ്, മാറ്റമില്ലാത്തവനാണ്.
ദൈവം എന്നേക്കും ദൈവം അനന്യനായ ദൈവം. ആ ദൈവത്തെ മാറ്റമില്ലാത്ത ഹൃദയത്തോടെ ഇങ്ങനെ ചില ദിവസങ്ങളിൽ ഭയങ്കര ആത്മീയ സന്തോഷം, പിന്നെ അത് കെട്ടുപോകുന്ന അനുഭവം അങ്ങനെ ഉണ്ടാകാതെ ഒരുപോലെ എല്ലായ്പ്പോഴും വിശ്വസ്തമായ ഒരു ഹൃദയം ദൈവത്തോട് കാത്തു സൂക്ഷിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അബ്രഹാമിനെ കുറിച്ച്, അതുപോലെ ദാവീദിനെ കുറിച്ചൊക്കെ നെഹമ്യാവിന്റെ പുസ്തകത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്ന പദപ്രയോഗമാണ്, നീ അവന്റെ ഹൃദയം നിന്റെ മുമ്പാകെ വിശ്വസ്തമായി കണ്ടു. പ്രൈസ് ഗോഡ്. ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് വിശ്വസ്തതയുള്ള ഒരു ഹൃദയം, ഫെയ്ത്ത്ഫുൾ ഹാർട്ട്. ഹല്ലേലൂയ. നിഷ്കളങ്കമായ വിശ്വസ്തയുള്ള ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഹൃദയമുള്ളവരെ ദൈവത്തിന് കൈവിടാൻ പറ്റത്തില്ലെന്നുള്ളതാണ് സത്യം. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഞാൻ ഒരു ചെറിയ ചിന്ത ഇന്ന് പകൽ നിങ്ങളുമായിട്ട് പങ്കിടാനായിട്ട് ആഗ്രഹിക്കുന്നു. മുൻപ് നിങ്ങളുടെ അടുത്ത് പലതവണ പ്രസംഗിച്ചിട്ടുള്ളത് കൊണ്ട് മുൻപ് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള വിഷയമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിവേ ആണെങ്കിൽ തന്നെയും നിങ്ങൾ നല്ല ഓർമ്മയുള്ളവരാണെങ്കിൽ അതൊക്കെ മുൻപ് പ്രസംഗിച്ചതിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ മീറ്റിംഗ് കഴിയുമ്പോഴേക്കും ഒന്ന് പറഞ്ഞു തന്നാൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13-ാമത്തെ വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഇത് പറഞ്ഞത് ആരാണ്? ആരാ പറഞ്ഞത്? യേശു കർത്താവാണ് പറഞ്ഞത്. ഹല്ലേലൂയ. ആരോടാണ് പറഞ്ഞത്? 5-ാം അധ്യായത്തിന്റെ തുടക്കം നോക്കിയേ, ആരംഭ ഭാഗം. അവൻ പുരുഷാർത്ഥ കണ്ടാറെ മലമേൽ കയറി, അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ, ഈ അവരോടെന്ന് പറഞ്ഞിരിക്കുന്നതിനകത്ത് ആരൊക്കെയുണ്ട്? ശിഷ്യന്മാരുണ്ട്, പുരുഷാരമുണ്ട്. ശിഷ്യന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും ആരെയായിരിക്കും? അപ്പോസ്തലന്മാരെ ആയിരിക്കും. അവിടെ ശിഷ്യന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും അപ്പോസ്തലന്മാരെ ആയിരിക്കും. സ്തോത്രം. കാരണം അതിന് മുൻപിലത്തെ അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോഴേക്കും 18-ാമത്തെ വാക്യത്തിൽ ശിമോൻ അവന്റെ സഹോദരനെ അന്ത്രയാസ് എന്നിങ്ങനെ മീൻപിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നു കണ്ട് എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അവിടെ മുമ്പോട്ട് പോയ സെബദിയുടെ മകൻ യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു. അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള ശിഷ്യന്മാർ യേശുവിന്റെ പിന്നാലെ എല്ലായ്പ്പോഴും അനുഗമിക്കാൻ തീരുമാനമെടുത്ത് വന്നിരിക്കുന്ന ശിഷ്യന്മാരുണ്ട്. എന്നാൽ പുരുഷാരം മറ്റൊരു സമൂഹമാണ്. അവരെല്ലായ്പ്പോഴും കാണത്തില്ല, സാധ്യവുമല്ല. അല്ലെ? സാധ്യമാണോ? അല്ല. അശ്വതി പാസ്റ്ററുമായിട്ട് ഉടമ്പടി ചെയ്ത് കൈകൊടുത്ത് അന്ന് തീരുമാനമെടുത്തു. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും പിന്നെ ഇത്രയൊക്കെ പറഞ്ഞിട്ടുള്ള അശ്വതിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ പാസ്റ്ററോട് ചോദിച്ചു നോക്കണം. സ്തോത്രം. ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും പിന്നെ ബാക്കിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. വിവാഹം കഴിഞ്ഞ പലർക്കും അവരുടെ വിവാഹ ദിനം ഓർമ്മ വരികയാണ്. സ്തോത്രം. ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും അങ്ങയോട് മാത്രം ചേർന്നിരുന്ന് ഉത്തമ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ കടമകളൊക്കെ നിറവേറ്റിക്കൊള്ളാമെന്ന് കർത്താവിന്റെ നാമത്തിൽ സഭയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്നോ ഉടമ്പടി ചെയ്തു കൊള്ളുന്നു എന്നോ അവരൊക്കെ പറഞ്ഞാണ് വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാനിടയായത്. അതുകൊണ്ട് അശ്വതിക്ക് പാസ്റ്റർ കൂടെ ഏത് സമയത്തും എവിടെയും ചെല്ലാനും കൂടെ ആയിരിക്കാനുള്ള അനുവാദവും അവകാശവും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാനത് കേട്ടിട്ട് ഞാൻ പറയണം, പാസ്റ്റർ ഇന്ന് മുതൽ ഞാൻ പാസ്റ്റർ കൂടെ താമസിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ പാസ്റ്റർ ഈ കാര്യമൊക്കെ ശരിയാണ്, എനിക്ക് വളരെ സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. പക്ഷെ നമ്മൾ ഈ കാണുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സഹകരിക്കുന്ന അപ്പുറത്ത് നമ്മൾ ഒരുമിച്ച് താമസിക്കുന്നതൊക്കെ നടക്കാത്ത കാര്യമാണ്. അല്ലെ? ഹല്ലേലൂയ. നോക്കുക, ശിഷ്യന്മാർ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ശിഷ്യന്മാർ യേശുവിനെ എപ്പോഴും എല്ലായിടത്തും അനുഗമിക്കാൻ തീരുമാനമെടുത്ത് കൂടെ നടക്കുന്നവരാണ്. എന്നാൽ ജനം, പുരുഷാരം എല്ലായ്പ്പോഴും കൂടെ നടക്കാൻ വന്നവരല്ല. അവർ യേശുവിൽ നിന്ന് ചില അനുഗ്രഹങ്ങളും നന്മകളും അനുഭവിക്കാനും തങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചായിരിക്കാനും വന്നിരിക്കുന്ന കുറെ പേരുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല. ഏതായാലും ജനത്തെ കണ്ടപ്പോൾ കർത്താവ് അവരോട് തിരുമായി വഴി ഉപദേശിച്ചു തുടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. അടുത്ത 8 വാക്യങ്ങൾ എന്ന് പറയുന്നത് ആത്മാവിൽ ദരിദ്രരായവർ തുടങ്ങി പറഞ്ഞ് ഭാഗ്യവർണ്ണനകൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഇംഗ്ലീഷിൽ ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്ന ഭാഗ്യവർണ്ണനകൾ, യേശുവിന്റെ ഭാഗ്യവർണ്ണനകൾ. ഈ 8 കാര്യങ്ങൾ നമ്മൾ കാണാപ്പാഠം പഠിക്കുന്നത് നല്ലതാണ്. വെറുതെ കാണാപ്പാഠം പഠിക്കുക മാത്രമല്ല, എല്ലായ്പ്പോഴും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും വേണം. ഹല്ലേലൂയ.
ഇങ്ങനെ യേശു അവരോട് സംസാരിച്ച് നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഭാഗ്യവാന്മാരാണെന്നൊക്കെ പറഞ്ഞ് ഭാഗ്യവർണ്ണനകളൊക്കെ പറഞ്ഞിട്ട് സ്തോത്രം 13-ാം വാക്യത്തിലേക്ക്, ആദ്യത്തെ പാസേജ് കഴിഞ്ഞ് 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് വ്യത്യസ്തമായ ചില ദൂതുകളിലേക്ക് കടക്കുകയാണ്. മുൻപ് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഭാഗ്യവാന്മാർ, എന്നാൽ ഇപ്പോൾ പറയുന്നു നിങ്ങൾ ഇങ്ങനെയാണ്. എന്താണ് ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഹല്ലേലൂയ. അതിന് പിന്നാലെ കർത്താവ് പറയുകയാണ്, ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നും. പക്ഷെ അടുത്ത കാര്യം മറക്കരുത്, ഉപ്പ് കാരമില്ലാതെ പോയാൽ അത് എന്തോന്നുകൊണ്ട് രസം വരുത്താം. പ്രൈസ് ഗോഡ്. രസം എന്നവിടെ പറയുന്നത് അതിന്റെ ഉപ്പിന്റെ സ്വഭാവം എങ്ങനെ തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ അത് അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്തോത്രം. അതിന്റെ അർത്ഥം പിന്നെ അതിനെ ഒന്നിനും കൊള്ളത്തില്ലെന്ന്. പിന്നെ എന്താ ചെയ്യുന്നത്? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നത് അല്ല. ഹല്ലേലൂയ. ഉപ്പിന് ഉപ്പിന്റേതായ ഒരു സ്വഭാവം ഉണ്ടായിരിക്കണം. ഈ ഉപവാസത്തിന്റെ 3-ാമത്തെ പകൽവേളയിൽ കഴിഞ്ഞ 2 ദിനരാത്രങ്ങൾ അതിശക്തമായ ദൈവത്തിന്റെ ആലോചനകളും ദൂതുകളും പ്രവചനങ്ങളും വാഗ്ദത്തങ്ങളും ഇടപെടലുകളും കറക്ഷൻസ് തിരുത്തലുകളും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഈ പകലിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്, നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ ആ ക്രിസ്ത്യാനിയുടെ സ്വഭാവം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. ഒരു കാന്തത്തിന്റെ സ്വഭാവം ത്യജിക്കാൻ പറ്റത്തില്ല, അല്ലെ? ഒരു മാഗ്നറ്റ് ഒരു ഇരുമ്പിന്റെ അടുക്കിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇരുമ്പിന് എന്ത് ചെയ്യും? അതിലേക്ക് ആകർഷിക്കുവാനിടയാകും. കാന്തത്തിന് അതിന്റെ സ്വഭാവം വിട്ടുകളയാനായിട്ട് കഴിയത്തില്ല. കർത്താവ് ഈ സ്വഭാവ സംബന്ധമായ ഒത്തിരി കാര്യങ്ങൾ ഗിരിപ്രഭാഷണത്തിൽ, ഇത് സർമൺ ഓൺ ദ മൗണ്ട് ആണ്, അല്ലെ? മലപ്രഭാഷണം, മലയിലിരുന്നുകൊണ്ട് സംസാരിച്ച ദൂതുകളാണ്, പ്രസംഗങ്ങളാണ്. കർത്താവ് ഈ ഗിരിപ്രഭാഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം എന്നിത്യാദി കാര്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട്, അല്ലെ? ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയുന്ന ആദ്യത്തെ കാര്യമാണ് നിങ്ങൾ ഉപ്പാണ്. ഉപ്പിന്റെ സ്വഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. ക്രിസ്ത്യാനിയുടെ സ്വഭാവം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. പിന്നെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ സ്വഭാവം നമ്മൾ കാണിക്കുമ്പോഴേക്കും അതിനെ ചിലർ എന്ത് ചെയ്യും? മുതലെടുക്കും. മുതലെടുക്കുക എന്ന് പറഞ്ഞാൽ, യേശു പറഞ്ഞു നിന്റെ ഒരു ചെകിട്ട തടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കാനായിട്ട്. നമ്മുടെ ചെകിട്ടത്തിൽ ഒരാൾ അടിക്കുമ്പോൾ നമ്മൾ മറ്റേതും കാണിച്ചു കൊടുത്താൽ അവരെന്ത് ചെയ്യും? നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ചാഞ്ഞു കിടക്കുന്ന മരത്തിലാണ് ഓടിക്കയറാനായിട്ട് എളുപ്പം, അതുകൊണ്ട് നമ്മൾ ചാഞ്ഞു കിടക്കാൻ പോകണ്ട എന്ന് പറയാറുണ്ട്. ശരിയല്ലേ? ഹല്ലേലൂയ. ക്രിസ്ത്യാനികളാണെങ്കിൽ പലരും നമ്മളെ പല നിലകളിലും മുതലെടുക്കാനിടയായി തീരും. സ്തോത്രം. ചില സമയങ്ങളിൽ ഞാൻ ഈ ഉള്ളിൽ ചില സങ്കടം തോന്നാറുണ്ട്, ചിരിയും തോന്നാറുണ്ട്. ചിലയിടത്തൊക്കെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ചിലരൊക്കെ നമ്മളെ കൂളായിട്ട് പറ്റിക്കാറുണ്ട്. പറ്റിക്കുക എന്ന് പറയുമ്പോൾ എന്താ പറയുക, അവരുടെ വിചാരം നമ്മള് മണ്ടന്മാരായതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല ഈ പുള്ളിയെ പറ്റിക്കുക. പക്ഷെ ഇയാള് പറ്റിക്കുകയാണെന്ന് നമുക്കറിയാം. ഈ പറ്റിക്കുന്ന ആളിനോട് പറ്റിക്കുന്ന നിലകളിൽ തിരിച്ചു പെരുമാറാനായിട്ട് നമ്മുടെ പഴയ സ്വഭാവം അല്ലെങ്കിൽ ആദാമ്യ സ്വഭാവം അനുസരിച്ച് പറ്റുമെങ്കിലും നമ്മുടെ ദൈവ പൈതൽ എന്നുള്ള സ്വഭാവം അതിനനുവദിക്കത്തില്ല. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ വചനത്തിൽ പറയുന്ന പോലെ ഒരു പൊട്ടനെ പോലെ, ഒന്നും മനസ്സിലാകാത്തവനെ പോലെ നിശബ്ദമായി നിന്നിട്ട് സ്തോത്രം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അങ്ങനെ അവർക്ക് ചില സന്തോഷം ഉണ്ടായെങ്കിൽ, നമ്മളെ പറ്റിച്ചത് കാരണം ചില സന്തോഷം ഉണ്ടായെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ? നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്ന മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ. അപ്പൊ അവർക്ക് സന്തോഷം ഉണ്ടായെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ? ആയിക്കോട്ടെ. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, നമ്മളെ ആരെങ്കിലും ചതിക്കുകയോ വഞ്ചിക്കുകയോ പറ്റിക്കുകയോ ഒക്കെ ചെയ്താൽ, ഒരുപക്ഷെ നമ്മൾ അത് അറിഞ്ഞിട്ടും നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ദൈവം നമ്മളെ മാനിക്കുമെന്നുള്ളതിന് സംശയമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മറുവശമുണ്ട്. എന്താണെന്നറിയാമോ? ഈ ചതിച്ച അല്ലെങ്കിൽ വഞ്ചിച്ച ആ വ്യക്തിയെ സംബന്ധിച്ച് അയാൾ വാസ്തവത്തിൽ അയാളുടെ ന്യായവിധിക്ക് വേണ്ടി അയാൾ അത് ശേഖരിച്ചു വെക്കുകയാണ്. ചിലപ്പോൾ അല്പ സമയം മുന്നോട്ട് പോകുമെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ഓക്കെ, എനിവേ ഞാൻ അവിടെ ഒത്തിരി സമയം നിൽക്കുന്നില്ല. നമുക്ക് ഉപ്പിന്റെ സ്വഭാവം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയുടെ സ്വഭാവം എല്ലായ്പ്പോഴും
ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. സഭായുഗത്തിൽ ആണ് നാം ആയിരിക്കുന്നത്. ഉപവാസത്തിന്റെ 3-ാമത്തെ ദിനത്തിൽ കൂടെയാണ്. ഒരുപാട് മാനസാന്തരത്തിന്റെ ദൂതുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കേട്ടതിനൊത്തവണ്ണം ഒക്കെ നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കാനാണ് ഞാൻ ഈ തിരുവെഴുത്തിലൂടെ നിങ്ങളോട് ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് പരിശോധിക്കുക നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക്, കഴിഞ്ഞ ദിവസങ്ങളിലേക്ക്. കഴിഞ്ഞ ഒത്തിരി പുറകോട്ട് പോകാനൊന്നും ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥന മുതൽ ഈ ഉപവാസ പ്രാർത്ഥന വരെയുള്ള, എത്ര മാസം മുമ്പായിരുന്നു കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥന എന്ന് എനിക്ക് അറിയത്തില്ല, അത് മുതൽ ഇതുവരെയുള്ള സമയത്ത് നമ്മുടെ ജീവിതത്തിൽ കർത്തൃമേശയിലേക്ക് വരുന്നത് കൊണ്ട് മാത്രമല്ല, എല്ലാ ദിവസവും കർത്തൃമേശ ഉണ്ടെന്ന് കരുതി ജീവിക്കുന്നതാണ് നല്ലത്. ചില കാര്യങ്ങൾ അങ്ങനെ പറയാറുണ്ട് അല്ലെ. ഉറക്കം എണീക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, ഇന്ന് കർത്താവ് വരും, അല്ലെങ്കിൽ ഇന്ന് എന്റെ അവസാനത്തെ ദിവസമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിച്ചാൽ എങ്ങനെയായിരിക്കും നമ്മൾ ജീവിക്കുന്നത്? ഇന്ന് യേശു വരും, എങ്ങനെയായിരിക്കും നമ്മൾ ജീവിക്കുന്നത്? രാവിലെ ഉറക്കം എണീറ്റാണെങ്കിൽ നമുക്കൊരു രാവിലെ വീടിന്റെ അകത്ത് ഒരു കവർ കൊണ്ടിട്ടിരിക്കുകയാണ്. ആ കവർ നമ്മൾ എടുത്ത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു, ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയാകുമ്പോൾ അല്ലെങ്കിൽ ഉച്ചതിരിക്ക് 3 മണിയാകുമ്പോൾ യേശു തന്റെ വിശുദ്ധന്മാരെ ശേഖരിക്കാൻ വരുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. എങ്ങനെയായിരിക്കും നിങ്ങൾ പ്രതികരിക്കുന്നത്? ചിന്തിച്ചു നോക്കിയേ. രാവിലെ ഉറക്കം എണീറ്റപ്പോ ഒന്നുകിൽ ചിലർ പറയും, ഇത് വെറുതെ ആരോ പറ്റിക്കാനായിട്ട് എഴുതിയിട്ടിരിക്കുന്നത് അല്ലെ. ചിലരുടെയൊക്കെ ഉള്ളിൽ അങ്ങനെ ചിന്തയുണ്ട്, യേശു വരുമെന്ന് പറഞ്ഞിട്ട് 2000 വർഷങ്ങളായി, ഇതുവരെയും വന്നില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നീണ്ടു പൊയ്ക്കോളും എന്ന് ചിലരുടെയൊക്കെ ഉള്ളിൽ ചിന്തയുണ്ട്. അങ്ങനെയൊന്നും അല്ല. കർത്താവ് തന്റെ വിശുദ്ധന്മാരെ സ്വീകരിക്കാൻ വരുമ്പോഴെല്ലാം അപ്രതീക്ഷിതമായിരിക്കും. ഒരുങ്ങിയിരിക്കുന്നവരെ തന്റെ അടുക്കൽ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ഏത് സമയത്തും കർത്താവ് വരുമെന്നുള്ള പ്രതീക്ഷയോടെ ജീവിക്കുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ചില കാര്യങ്ങളിലൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ലോകം മുഴുവനും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, സാമ്പത്തിക കുതിച്ചുകയറ്റം ഒക്കെ ഉണ്ടായപ്പോ എല്ലാവരും ചിന്തിച്ചു മനുഷ്യന്റെ ജീവിത നിലവാരമൊക്കെ ഉയരും, പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും, എല്ലാം ശാന്തമാകുമെന്നൊക്കെ കരുതി. പക്ഷേ കോവിഡിന്റെ പുറകെ, യുക്രൈൻ യുദ്ധം, ഇങ്ങനെയുള്ള ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് കാര്യങ്ങൾ വന്നപ്പോൾ ലോകമെമ്പാടും ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ലോകം വീണുകൊണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തമാണ്. കാനഡയും സിംഗപ്പൂരും അതുപോലെ സ്വിറ്റ്സർലൻഡും തുടങ്ങി ഏറ്റവും അധികം സാമ്പത്തിക ഭദ്രതയുണ്ട് എന്ന് കരുതുന്ന രാജ്യങ്ങൾ പോലും കഴിഞ്ഞ ദിവസത്തെ മാസികകളിലും ഒക്കെ വന്ന ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ പോലും അവരുടെ സെൻട്രൽ ഗവൺമെന്റുകൾ മുന്നറിയിപ്പ് കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. ജീവിത ചെലവ് ചുരുക്കാൻ ഗവൺമെന്റിനോടല്ല, സാധാരണക്കാരായ കോമൺ മാനോട്, സാധാരണ പൗരന്മാരോട് പറയുകയാണ്, ദൂർത്ത് പാടില്ല, ആഹാരം നഷ്ടമാക്കി കളയരുത്. ഇത് ഇന്ത്യ പോലുള്ള 3-ാം രാജ്യങ്ങളല്ല മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. സിംഗപ്പൂരും സ്വിറ്റ്സർലൻഡും പോലെ ലോകത്ത് ഏറ്റവും അധികം ജീവിത ഭദ്രതയുണ്ടെന്ന് കരുതുന്ന, ലോകം വിലയിരുത്തുന്ന ജീവിത നിലവാര സൂചികയിൽ 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്തും ഒക്കെ നിൽക്കുന്ന കാനഡയും സിംഗപ്പൂരും സ്വിറ്റ്സർലൻഡും പോലുള്ള രാജ്യങ്ങൾ അവരുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, എല്ലാവരും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും പിശുക്കരാകണമെന്ന്. ഞാൻ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അങ്ങ് പറയുകയാണ്, പിശുക്കരാകണമെന്ന്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളിൽ അത്ര ശ്രദ്ധിക്കാറില്ല അല്ലെ. ടാപ്പിൽ വെള്ളമുള്ള സമയത്ത് നമ്മൾ അതൊരു ചെറിയ ലീക്കാണെങ്കിൽ, കഴിഞ്ഞ ദിവസമൊക്കെ പാസ്റ്റർ നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട് ടാപ്പിന്റെ ലീക്കൊക്കെ അടയ്ക്കാനൊക്കെ സഹായിക്കാനിടയായി. രാഹുലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ സ്തോത്രം. ചെറിയ നമുക്ക് തോന്നും നമ്മള് പൈസ കൊടുത്ത് മേടിക്കുന്ന വെള്ളം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാമെന്ന്. അങ്ങനെയല്ല. ജർമ്മനി എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവിടെ ഒരു നിയമമുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം മാത്രമേ റെസ്റ്റോറന്റിൽ പോയാൽ മേടിക്കാവൂ. വീടുകളിലെ കാര്യമില്ല. റെസ്റ്റോറന്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിലുള്ള ആഹാരമേ മേടിക്കാവൂ. നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു മസാല ദോശ കഴിക്കാൻ കഴിയുമെന്നിരിക്കട്ടെ, നിങ്ങൾ എന്നാൽ 2 മസാല ദോശ ഓർഡർ ചെയ്തു. ഒരു മസാല ദോശ കഴിച്ചപ്പോൾ നിങ്ങളുടെ വയറ് നിറഞ്ഞു. നിങ്ങൾ ചിന്തിക്കുകയാണ്, അടുത്ത മസാല ദോശയുടെ ഒരു കാൽഭാഗം കൂടെ കഴിച്ചിട്ട് ബാക്കി കളയാം. ഈ കാൽഭാഗം കൂടെ കഴിച്ചിട്ട് ബാക്കി കളയാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ ക്യാമറയുണ്ട്. അധികം വൈകാതെ തന്നെ റെസ്റ്റോറന്റ് ഇൻചാർജ് അടുത്ത് വരും. അടുത്ത് വന്നിട്ട് പറയും, നിങ്ങൾക്ക് ആവശ്യമുള്ളതിലധികം ആഹാരം ഓർഡർ ചെയ്തതിന് എത്ര ഫ്രാങ്ക് പെനാൽറ്റി ഉണ്ട്, ജർമ്മൻ ഫ്രാങ്ക് നിങ്ങൾ പെനാൽറ്റി അടയ്ക്കണം. മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പാഴാക്കി കളയുന്ന ആഹാരം നിങ്ങൾ ചിന്തിക്കും നിങ്ങളുടെ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണെന്നോ, നിങ്ങളുടെ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. പക്ഷേ നിങ്ങൾ ഈ പാഴാക്കി കളഞ്ഞ ആഹാരം മറ്റാരോ കഴിക്കേണ്ട ആഹാരമാണ്. ലോകത്ത് ഭക്ഷ്യ പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ.
കോവിഡിന്റെ സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നമ്മുടെ നാട്ടുകാരോടൊക്കെ പറഞ്ഞതുപോലെ എല്ലാവരുടെ അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ ഇട്ട് തരാമെന്നൊക്കെ പണ്ട് പറഞ്ഞു. രാഷ്ട്രീയ പ്രസംഗത്തിനൊന്നും അല്ല നിൽക്കുന്നത്, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവുമല്ല. അതുകൊണ്ട് ആരെയും വിമർശിക്കുന്നതല്ല. എങ്കിലും പൊതുവെ രാഷ്ട്രീയക്കാരെല്ലാവരും പറയുന്നത് മോദിജി എങ്ങനെ പറയും, വേറെ രീതിയിൽ പറയുന്നേ ഉള്ളൂ. എല്ലാവരും കണക്ക് തന്നെയാണ്. വോട്ട് കിട്ടാനും നാട്ടുകാരെ പറ്റിക്കാനുമായിട്ട് അധികാരത്തിലെത്താനായിട്ട് എല്ലാവരും എല്ലാം പറയും. വലിയ സാമൂഹ്യ പ്രവർത്തനം പറയുന്നവരും ഒക്കെ കയറി കഴിയും ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. അതിന് ഏത് പാർട്ടിക്കാരുമായി കൊള്ളട്ടെ. ഹല്ലേലൂയ. ഈ പറയുന്നത് പോലെ പോയിട്ട് ശരിയായ നിലകളിൽ നമ്മുടെ നാട് ഭരിച്ചിരുന്നെങ്കിൽ നമ്മുടെ രാജ്യം ഇതിനു മുൻപേ സാമ്പത്തിക നിലവാരത്തിലും എല്ലാ രീതിയിലും ഒക്കെ ഏറ്റവും മുൻപന്തിയിലെത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഹല്ലേലൂയ. എനിവേ സ്തോത്രം. മോദിജി പണ്ട് പറഞ്ഞതുപോലെ, നമ്മുടെ നാട്ടുകാരോടൊക്കെ പറഞ്ഞതുപോലെ, ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ സെക്രട്ടറി ഗുട്ടാറസ്, അദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല, അദ്ദേഹത്തോട് ഒരു പ്രോമിസ് ചെയ്തു. അദ്ദേഹം പറഞ്ഞ ലോകം ഭക്ഷ്യ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ആഹാരം കിട്ടാനില്ലാത്ത സ്ഥിതിയിലേക്ക് പോവുകയാണ്. കാശ് കൊടുത്താലും റൊട്ടി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ സ്ഥിതിയിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും മോദിജി ഉടനെ പറഞ്ഞു, ഞാന് രാജ്യത്തെ മുഴുവനും, ഇന്ത്യയെ അറിയപ്പെടുന്നത് ലോകത്തിന്റെ ബ്രെഡ് ബാസ്കറ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ആഹാരം മുഴുവനും കൊടുക്കുന്ന രാജ്യമെന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. അതിന് കാരണം ഏറ്റവും അധികം ഗോതമ്പ് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. പഞ്ചാബാണ് ഇന്ത്യയുടെ ഏറ്റവും അധികം ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും അധികം ഈ ഗോതമ്പ് കയറ്റുമതി ചെയ്യുന്ന, ലോകത്തിന്റെ ബ്രെഡ് ബാസ്കറ്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യ ലോകത്തിന് വാഗ്ദാനം നൽകുകയാണ്. ഭക്ഷ്യപ്രതിസന്ധി വരാതെ ലോകത്തെ മുഴുവൻ പോഷിപ്പിക്കാനുള്ള ഗോതമ്പ് ഞങ്ങൾ ഉണ്ടാക്കി കയറ്റുമതി ചെയ്യും. ഇത് പറഞ്ഞിട്ട് 1 വർഷം തികയുന്നതിന് മുമ്പേ മോദിജി പറഞ്ഞു, ഗോതമ്പ് കയറ്റുമതി നിരോധിക്കണം, നമ്മുടെ നാട്ടിൽ തികയുന്നില്ല, പിന്നെ എങ്ങനെ നമ്മള് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റിവിടുന്നത്. അങ്ങനെ ഇപ്പൊ ഗോതമ്പ് കയറ്റുമതി നിരോധിച്ചിരിക്കുകയാണ്. നമ്മള് കേട്ടപ്പോ മോദിജില്ലയിൽ പറയുന്നൊന്നും ഇങ്ങനെയൊക്കെയാണ് എന്ന ചിന്ത നമ്മുടെ അകത്ത് വന്നെങ്കിലും ഇത് മറ്റൊരു യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. ലോകം മുഴുവനും ആഹാര പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മനോരമ പത്രം, നമ്മൾ ഭൂരിഭാഗം പേരും വായിക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നു, മനോരമ പത്രത്തിന്റെ ഏജന്റ് അല്ല ഞാൻ. സ്തോത്രം. അതിനകത്ത് വന്ന ഒരു ആർട്ടിക്കിളിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, കേരളത്തിൽ കപ്പയ്ക്ക്, മരിച്ചീനിക്ക് വില കൂടുന്നത് പോലും നമ്മൾ നോക്കുമ്പോൾ വില കൂടുന്നു, പക്ഷേ ഭക്ഷ്യക്ഷാമത്തെ വിളിച്ചറിയിക്കുകയാണ്. ഉറപ്പിച്ചത് ലോകത്ത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ ക്ഷാമം, വ്യാധി, യുദ്ധം, പ്രകൃതി ദുരന്തങ്ങൾ, അതിന് പല പേരുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ലെയറിന്റെ തകർച്ച, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണം, സ്തോത്രം, ആഗോളതാപന നിമിത്തം സമുദ്രത്തിന്റെ ലെവൽ ഉയരുന്നത്, ആർട്ടിക് ഓഷനിൽ സ്തോത്രം മഞ്ഞുമല ഒഴുകി മാറുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം ആകാശത്തിലും കടലിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നു. ഓളങ്ങൾ നിമിത്തം മനുഷ്യർക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകുന്നു. മനുഷ്യർ ചിന്തിച്ചു അവരുടെ ടെക്നോളജി വളരുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്ന്. പക്ഷേ മാരക വ്യാധികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മുക്കിന് ക്യാൻസർ ഹോസ്പിറ്റലുകൾ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ഇവിടെ മനുഷ്യന്റെ ടെക്നോളജി വളരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഉൾപ്പെടെയുള്ളവയുടെ റേഡിയേഷൻസ് അന്തരീക്ഷത്തിൽ ഒത്തിരി വർദ്ധിക്കുകയാണ്. നമ്മൾ അറിഞ്ഞും അറിയാതെയും ഇതെല്ലാം നമ്മുടെ ശരീരങ്ങളിൽ പല മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. മനുഷ്യ ശരീരങ്ങളിൽ മാത്രമല്ല, പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശരീരങ്ങളിൽ പോലും അതെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. പച്ചക്കറികളിൽ പോലും റേഡിയേഷൻ നിമിത്തമുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം വാങ്ങിച്ച് തിന്നുകയും അല്ലാതെയും നമ്മുടെ ശരീരങ്ങളിൽ ഈ റേഡിയേഷൻ കടന്നുകൂടിയിട്ട് പല നിലകളിലുള്ള രോഗങ്ങൾ, മഹാവ്യാധികൾ, മനുഷ്യൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള മരുന്നിന് പരിഹരിക്കാൻ കഴിയാത്ത പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടാകുന്നു. വൈറസുകൾക്ക് ജനിതക മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉറപ്പിക്കട്ടെ, മനുഷ്യൻ ചന്ദ്രനിൽ കൊടികുത്തിയാലും ചൊവ്വയിൽ അവന്റെ വാസസ്ഥലം പണിതാലും ഒരു കാര്യം ഇങ്ങനെ ഉറപ്പുവരുത്താം, മനുഷ്യനെന്നും ബലഹീനൻ തന്നെയാണ്. ഹല്ലേലൂയ. ദൈവവചനം പറഞ്ഞിരിക്കുന്നതിനൊന്നും മാറ്റം വരത്തില്ല. ദൈവവചനം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർത്താവിന്റെ വരവ് തൊട്ടടുക്കലെത്തിയിരിക്കുന്നു. അതിനുവേണ്ടി ഒരുങ്ങുക എന്നതാണ് ഞാൻ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം. ഹല്ലേലൂയ. നമ്മൾ ഈ പ്രത്യാശ ഓർമ്മിക്കട്ടെ. പ്രാണപ്രിയന്റെ വരവ് അടുത്തെത്തിയിരിക്കുന്നു എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകട്ടെ. ഈ തിരിച്ചറിവിൽ ജീവിക്കുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ
ഹല്ലേലൂയ. അപ്പോൾ നോക്കുക, കർത്താവിന്റെ വരവ് തൊട്ട് അടുക്കലെത്തിയിരിക്കുന്ന എന്ന ബോധ്യത്തിൽ വേണം ഓരോ ദിവസവും നമ്മൾ ജീവിക്കുവാൻ. ഞാൻ യഥാർത്ഥ ഉപ്പ് തന്നെയാണോ എന്നൊന്ന് പരിശോധിക്കുവാൻ നമുക്ക് ഇന്ന് പകൽക്കാലവും ദൈവം സഹായിക്കുവാനാകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഞാൻ അർപ്പിക്കട്ടെ, ഈ ഉപവാസ പ്രാർത്ഥന സമയത്തെ ശുദ്ധീകരണം ഒരു വലിയ ശുശ്രൂഷയാണ്. കർത്തൃമേശ ദിവസത്തിലെ നിരപ്പ് പ്രാപിക്കൽ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിൽ നിന്ന് ഉയർന്ന ഒരു ആത്മീയ നിലവാരം നമുക്ക് ഉണ്ടാകണം. ഇതൊന്നും മോശമെന്നല്ല ഞാൻ പറഞ്ഞു, ഇതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉയർന്ന ഒരു ചിന്താഗതി നമുക്ക് ഉണ്ടാകണം. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ദിവസവും കർത്തൃമേശ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കുമായിരുന്നു? എല്ലാ ദിവസവും യേശു വരുന്നു എന്ന ബോധ്യത്തോടെ, ഇന്ന് യേശു വരും എന്ന ബോധ്യത്തോടെ ജീവിച്ചാൽ നമ്മൾ എങ്ങനെ ജീവിക്കുമായിരുന്നു? ഇന്ന് എന്റെ മരണം, ഇന്ന് എന്റെ അവസാനത്തെ ദിവസമാണ്, ഞാൻ ഇന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്ന ചിന്തയോടെ എല്ലാ ദിവസവും ജീവിച്ചാൽ എങ്ങനെയായിരിക്കും? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഉപവാസ പ്രാർത്ഥനയിൽ പിന്നെ ശുദ്ധീകരണത്തിന്റെ ദൂത് പ്രസംഗിക്കണ്ട. ശരിയല്ലേ പാസ്റ്ററെ? കർത്തൃമേശ ശുശ്രൂഷയിൽ നിരപ്പ് പ്രാപിക്കേണ്ടതിന്റെ ദൂത് പ്രസംഗിക്കണ്ട. കാരണം എല്ലാ ദിവസവും നമ്മുടെ മനോഭാവം ആ രീതിയിലാണെങ്കിൽ നമ്മൾ ആ വിശുദ്ധിയോടെ ആയിരിക്കും ജീവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രസംഗങ്ങളെല്ലാം എന്തായിരിക്കും? ഈ ലോകത്തിന് അപ്പുറത്തുള്ള നിത്യമായ സ്വർഗത്തിലെ നമ്മുടെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള പ്രസംഗങ്ങളായിരിക്കും പിന്നെ ഉള്ളത് മുഴുവനും. ശരിയല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ എനിക്കുൾപ്പെടെ നമുക്ക് ആർക്കും അങ്ങനെ പ്രസംഗിക്കാൻ, അതൊക്കെ ഒന്ന് ഈ സ്വർഗീയമായ നിത്യമായ വാസത്തെ കുറിച്ചും ഒക്കെ പ്രത്യാശയ്ക്ക് വേണ്ടി പ്രസംഗിക്കാൻ കഴിയുന്നു. ചില മേഖലകൾ എന്നതിലപ്പുറം എന്നും നമുക്ക് വിശുദ്ധീകരണത്തെ കുറിച്ച് പ്രസംഗിക്കേണ്ടി വരുന്നു, എന്നും നിരപ്പ് പ്രാപിക്കേണ്ടതിനെ കുറിച്ച് പ്രസംഗിക്കേണ്ടി വരുന്നു, അല്ലെ? ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും പടക്കുന്നവരുണ്ട്, പിണങ്ങുന്നവരുണ്ട്, ചിലർക്ക് സൗന്ദര്യ പടക്കം കാണിക്കുന്നവരുണ്ട്, ഈ നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞാൽ കൊതികുത്തുന്നവരുണ്ട്. കൊതികുത്തുക എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? സ്തോത്രം. ഒരു തമാശ രൂപയാണ് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു തമാശ ഒരാൾ എഴുതിയിരിക്കുന്നത് വായിച്ചതാ. ഒരു മനുഷ്യൻ ഒരു വലിയ ഷോപ്പിംഗ് മാളിൽ നിൽക്കുകയാണ്. ലുലു മോളൊക്കെ വന്നതുപോലുള്ള ഷോപ്പിംഗ് മാളിൽ നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഈ ഷോപ്പിംഗ് മാളിൽ നിന്ന സമയത്ത് അതുവഴി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീ പോവുകയാണ്, ഒരു സുന്ദരിയായ സ്ത്രീ പോവുകയാണ്. ആ സ്ത്രീയുടെ അടുത്ത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മാഡം ദയവായിട്ട് ഒരു 2 മിനിറ്റ് എന്നോടൊന്ന് സംസാരിക്കാവോ? ചോദിച്ചു, അതൊരു അതിശയമുള്ള കാര്യമാണല്ലോ. അപരിചിതനായ ഒരു മനുഷ്യൻ ഇങ്ങനെ ഷോപ്പിംഗ് മാളിൽ വെച്ച് പെട്ടെന്ന് വന്നിട്ട് 2 മിനിറ്റ് എന്നോട് സംസാരിക്കാമോ എന്ന് ചോദിക്കുന്നു. അവർ ചോദിച്ചു, എന്താ, എനിക്ക് നിങ്ങളെ പരിചയമില്ല, എന്താണ് സംസാരിക്കേണ്ടത്, എന്തിനാണ് സംസാരിക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ 1 മണിക്കൂറായിട്ട് എന്റെ ഭാര്യയെ ഈ മോളിനകത്ത് തപ്പി നടക്കുന്നു, പുള്ളിക്കാരി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ചില സഹോദരിമാർ അങ്ങനെയാണ്, കടയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആവശ്യമില്ലെങ്കിൽ എല്ലാം എടുത്തു നോക്കി ഈ ആവശ്യമുള്ള സാധനം പലപ്പോഴും മേടിക്കാൻ മറന്നിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. വീട്ടിൽ വരുമ്പോഴായിരിക്കും ഉപ്പ് മേടിക്കാനാണ് പോയത്, പക്ഷേ വേറെ എന്താ പറയുക, സാരി മേടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നത് ഓർക്കുന്നത്. അപ്പോ സ്തോത്രം. അവര് പറഞ്ഞു, അതിന് എനിക്കെന്താ ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഭാര്യയെ 1 മണിക്കൂറായിട്ട് കാണുന്നില്ലെങ്കിൽ എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നത്? അദ്ദേഹം പറഞ്ഞു, ഒരു 2 മിനിറ്റ് താങ്കൾ എന്നോട് സംസാരിച്ചാൽ, ഏതെങ്കിലും സുന്ദരിയായ ഒരു സ്ത്രീ എന്നോട് സംസാരിക്കുന്നുണ്ട്, പുള്ളിക്കാരി എവിടെ ഉണ്ടെങ്കിലും ഓടി എന്റെ അടുത്തെത്തിയിരിക്കും എന്ന് പറയാൻ ഇടയായി. സ്തോത്രം. എന്ന് പറഞ്ഞതുപോലെ ഈ കൊതികുത്തുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായോ? ഇതിന്റെ മറുവശം ഞാനൊരു തമാശ വായിച്ചത്, അതേ സമയത്ത് എവിടെയോ വായിച്ചത് ഓർമ്മ വന്നപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ ഇതിന്റെ മറുവശമുള്ളവരുണ്ട്, മനസ്സിലായോ? ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, നടന്നൊരു സംഭവമാണ് കേട്ടോ. ഒരു പാസ്റ്റർ ഒരു സഹോദരനോട് പറഞ്ഞു, സഹോദരൻ, എന്റെ ബൈക്ക് ഞാൻ സർവീസിന് കൊടുത്തു, അതുകൊണ്ട് എനിക്ക് താങ്കളുടെ ബൈക്ക് ഒരു ദിവസത്തേക്കും തരാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ എടുത്തോ, എനിക്കൊന്നും ബൈക്കിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു കൊടുത്തു. പാസ്റ്റർ ആ ബൈക്കിൽ പോയപ്പോഴേക്കും വേറൊരു സഹോദരൻ കണ്ടു ചോദിച്ചു, പാസ്റ്റർ ഇത് നമ്മുടെ മറ്റേ സഹോദരന്റെ ബൈക്കാണല്ലോ. അപ്പൊ പാസ്റ്റർ, അതെ, ഞാൻ എന്റെ ബൈക്ക് സർവീസിന് കൊടുത്തു, അതുകൊണ്ട് ഞാൻ ഇന്ന് അദ്ദേഹത്തിന് ഫ്രീ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ആ ബൈക്കിങ് എടുത്തു. അപ്പൊ ഈ സഹോദരൻ പറയുക, പാസ്റ്റർ എന്തുകൊണ്ട് എന്റെ ബൈക്ക് ചോദിച്ചില്ല, ഞാൻ ഇനി മേലൊരു സമാഗമത്തിന് വരുന്നില്ല. എന്ത് രസമുള്ള കാര്യമാണ്, മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. തമാശയുള്ള വേറൊരു കാര്യം നടക്കാനിടയായി. ഞാൻ ശുശ്രൂഷിച്ചിരുന്ന ദോഹയിൽ അവിടെ ഈ കോവിഡൊക്കെ വന്ന സമയത്ത് പലയിടത്തും ഒക്കെ ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരാൾ പോലും വിളിച്ചിട്ട് പാസ്റ്റർ ഒന്ന് വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. സ്തോത്രം. ചിലർക്ക് സാധാരണ പനി വന്നിട്ട് പോലും ഞാൻ പോയി പ്രാർത്ഥിക്കാൻ എന്നോട്, പാസ്റ്റർ ഇത് കഴിഞ്ഞ് 10 ദിവസം കഴിയാതെ ഇങ്ങോട്ട് വരണ്ട. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? എന്റെ ശുശ്രൂഷ അവർ പറഞ്ഞു, നോ,
പാസ്റ്റർ ഇത് കോവിഡ് ഒന്നും അല്ല, എങ്കിൽ പോലും ചിലപ്പോ ആണെങ്കിൽ അഥവാ പാസ്റ്റർക്ക് കോവിഡ് വന്നാൽ നാട്ടുകാർ മുഴുവൻ പറയും ഞങ്ങള് കാരണമാണ് പാസ്റ്റർക്ക് കോവിഡ് വന്നത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പാസ്റ്റർക്ക് പല വീടുകളിലും പോകേണ്ടതാണ്, പലരെയും കാണേണ്ടതാണ്. പാസ്റ്റർ കോവിഡ് പിടിച്ച് ഐസൊലേറ്റഡ് ആയിട്ട് അകത്ത് കടന്നു കഴിഞ്ഞാൽ ഈ പല ശുശ്രൂഷകളൊക്കെ ഞങ്ങൾക്ക് പോയി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാസ്റ്റർ ആരോഗ്യത്തോടെ ഇരിക്കേണ്ടതാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞ് സ്തോത്രം അവര് ചെല്ലാൻ അനുവദിക്കാതിരുന്നു. സ്തോത്രം. എന്നാൽ സ്തോത്രം കഴിഞ്ഞ ദിവസം ഞാൻ പേര് പറയുന്നില്ല, ഒരു സഭയിൽ ശുശ്രൂഷിക്കാൻ പോയ സമയത്ത് അവിടുത്തെ പാസ്റ്റർ പറയുകയാണ്, പാസ്റ്ററെ ഈ ചർച്ചിലെ ഒരു സഹോദരൻ ഇപ്പൊ 2 മാസമായിട്ട് ചർച്ചയിൽ വരുന്നില്ല. ഞാൻ ചോദിച്ചു എന്ത് പറ്റി പാസ്റ്ററെ? അദ്ദേഹത്തിന് കോവിഡ് ആയിരുന്നു, അപ്പൊ ഞാൻ പോയി പ്രാർത്ഥിച്ചില്ല എന്നതാണ് കാരണം എന്ന് അദ്ദേഹം പറയുവാനിടയായി. ഞാൻ ചോദിച്ചു ഇങ്ങനെ ചിന്തിച്ചാൽ പാസ്റ്റർമാർ ഈ കോവിഡ് പിടിച്ചവരുടെ അടുക്ക പോയി ശുശ്രൂഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് അടുത്ത 14 ദിവസം കോവിഡുമായി ബന്ധപ്പെട്ട ആളുമായിട്ട് കോൺടാക്ട് ഉണ്ടെങ്കിൽ അകത്ത് കിടക്കണം. അങ്ങനെയാണെങ്കിൽ പാസ്റ്റർ ശുശ്രൂഷിക്കാനേ പറ്റത്തില്ലായിരുന്നല്ലോ ഈ കഴിഞ്ഞ 2 വർഷം എന്ന് പറയാനിടയായി. ഞാൻ ഉറപ്പിച്ചത് ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക്, അല്ലെ? ഹല്ലേലൂയ. ചെറിയ വിഷയങ്ങൾക്ക് സ്തോത്രം. എന്നും 6 മണിക്ക് വരുന്ന ഭർത്താവ് ഇന്ന് 6:05 5 മിനിറ്റ് എവിടെയായിരുന്നു എന്ന് എനിക്ക് ഇപ്പോ അറിയണം എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ എന്തെല്ലാം വിഷയങ്ങളിലാണ് നമ്മൾ ഉപ്പിന്റേതല്ലാത്ത സ്വഭാവം കാണിക്കുന്നത്, ദൈവമക്കളുടേതല്ലാത്ത സ്വഭാവം കാണിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഒത്തിരി രസമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചിന്തിച്ചാൽ ഈ ഉള്ളി പൊളിക്കുന്നത് പോലുള്ള ചെറിയ, നമ്മൾ അങ്ങനെ തന്നെ പറയുന്നത്, ഉള്ളി പൊളിക്കുന്നത് പോലുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം ഞാൻ ഉറപ്പിക്കട്ടെ, ഇതിൽ നിന്നെല്ലാം ഉയർന്ന ഒരു പക്വതയുള്ള ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നമുക്ക് അങ്ങനെ ഒരു തീരുമാനം ഇന്ന് പകൽക്കാലം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവിന്റെ വരവ് വാതിൽക്കലായിരിക്കുകയാണ്. നമുക്ക് അതും ഇതും ശരിയല്ലാത്തതും നമുക്ക് പറഞ്ഞ് ചിന്തിച്ച് സമയം കളയാനായിട്ട് കഴിയത്തില്ല. കർത്താവ് നമ്മുടെ തൊട്ടടുക്കൽ വാതിൽക്കലായിരിക്കുന്നു. സ്തോത്രം. ഞാൻ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇവിടെ തന്റെ മുന്നിൽ വന്നിരിക്കുന്ന ജനത്തെ നോക്കി കഥ പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. സ്തോത്രം. നോക്കുക, ഇവിടെ സ്തോത്രം അതിന്റെ 2ാം ഭാഗം ഓൾറെഡി ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉപ്പിന്റെ സ്വഭാവമുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ പുറത്തിട്ട് ചവിട്ടിക്കളയാനല്ലാതെ വേറെ ഒന്നിനും കൊള്ളത്തില്ല. എന്നാൽ ആദ്യ ഭാഗത്തേക്ക് ഞാൻ പറഞ്ഞു വരികയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഇത് ആരോടാ പറയുന്നത്? തുടക്കത്തിൽ നമ്മൾ കണ്ടു, ശിഷ്യന്മാരോടും പുരുഷാരത്തോടുമാണ് പറയുന്നത്. ഈ പുരുഷാരം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി യേശുവിന്റെ ശിഷ്യന്മാരാണെങ്കിൽ തന്നെയും ആരാ? മീൻപിടുത്തക്കാരാണ്. എന്ന് പറഞ്ഞാൽ മീൻപിടുത്തക്കാരെന്ന് പറയുമ്പോഴേക്കും യഹൂദന്മാരെ സംബന്ധിച്ച് എല്ലാ തൊഴിലും മാന്യമെന്ന് കരുതുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാട്ടിലാണ് ജോലി ചെയ്യുന്നതനുസരിച്ച് ജാതി തിരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെ? സ്വർണ്ണപ്പണി ചെയ്യുന്നവൻ തട്ടാൻ, പിന്നെ ഇരുമ്പ് പണി ചെയ്യുന്നവൻ കൊല്ലൻ, മരപ്പണി ചെയ്യുന്നവൻ ആശാരി എന്ന് വേണ്ട, പിന്നെ തലമുടി വെട്ടുന്നവൻ അമ്പട്ടൻ, അല്ലെ? ഇങ്ങനെയൊക്കെ ജാതി തിരിച്ച് നമ്മുടെ നാട്ടിലാണ് ജോലി അനുസരിച്ച് ജാതി തിരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ യഹൂദൻ എന്ന ഒറ്റ ജാതിക്കകത്ത് നമ്മൾ ഈ പറയുന്നതും പറയാത്തതുമായ എല്ലാ ജോലിക്കാരും ഉണ്ടാകും. അവർക്ക് അതിൽ അപമാനമൊന്നുമില്ല. ഒരു ചെറിയ ജോലി, ഷൂ തുളയ്ക്കുന്ന ജോലി, കക്കൂസ് കഴുകുന്ന ജോലി ആയാലും അത് മാന്യമായ ജോലിയാണ്. നിങ്ങൾക്ക് വേറൊരു കാര്യം മനസ്സിലാക്കണോ? ഉയർന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലും സമ്പത്തിലും ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന അമേരിക്കയോ ഇംഗ്ലണ്ടോ പോലുള്ള രാജ്യങ്ങളിലൊക്കെ എഞ്ചിനീയർ മേടിക്കുന്നതിനേക്കാൾ ശമ്പളം മേടിക്കുന്നത് ആരാന്നറിയാവോ? തൂപ്പുകാരനാണ്, ഡ്രെയിനേജ് ക്ലീൻ ചെയ്യുന്നയാളാണ്. കാരണം അതിന് ജോലിക്ക് ആളെ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും അത് ഒരു എന്തോ പറയുക, ഒരു ശരീരത്തിൽ മുഴുവൻ അഴുക്ക് പുരണ്ട് കിടക്കുന്ന ഒരാളെ എടുത്തുകൊണ്ട് പോയി കുളിപ്പിച്ച് വൃത്തിയാക്കുന്നത് ഒരു ചെറിയ കാര്യമാണ്. എല്ലാവർക്കും അതിനുള്ള മനസ്സുണ്ടാകത്തില്ല. അങ്ങനെ ചെയ്യുന്നവർക്കാണ് അവിടെയൊക്കെ ശമ്പളം കൂടുതൽ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ എല്ലാ ജോലിയെയും മാന്യമെന്നും ഉയർന്നതെന്നും കാണുന്ന, പിടിച്ചു പറയും മോഷണം നടത്തുന്നില്ലല്ലോ, ആരെയും പറ്റിക്കുകയും ചതിക്കുകയും ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, ഏറ്റവും ചെറിയ സ്വീപ്പർ എന്നോ അല്ലെങ്കിൽ ഓട വൃത്തിയാക്കുന്ന വ്യക്തി എന്നോ അവരെ കൂടുതൽ നമ്മൾ ബഹുമാനിക്കണം. ഹല്ലേലൂയ. വാസ്തവത്തിൽ പോലീസുകാരെ ഒന്നും അല്ല സല്യൂട്ട് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ചെറിയ ജോലികൾ ചെയ്യുന്നവരെയാണ് സല്യൂട്ട് ചെയ്യേണ്ടത്. അവര് ഡ്രെയിനേജ് ക്ലീൻ ചെയ്യാതിരുന്നെങ്കിൽ നമ്മുടെ നാട് നാറും. ശരിയല്ലേ? ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഞാൻ തിരികെ വരട്ടെ. യേശു പറയുന്നു, ഈ സാധാരണക്കാരായ സമൂഹം ഒരു വിലയുമില്ലാത്തവരെന്ന്, ന്യായപ്രമാണം അറിയാത്ത ജനമോ ശപിക്കപ്പെട്ടവരെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ പുരുഷാരത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വായിക്കാനായിട്ട് കഴിയുന്നു. ഇങ്ങനെ ശപിക്കപ്പെട്ടവരെന്ന് സമൂഹത്തിലെ മേലാളന്മാർ, ഉന്നതന്മാർ, മതനേതാക്കൾ, പരീക്ഷന്മാർ ഇവരൊക്കെ പറയുന്ന സാധാരണക്കാരായ ചെറിയവരായ ഈ യേശു എവിടെ ഉണ്ട് എന്ന് കണ്ടപ്പോഴേക്കും വിമർശന ബുദ്ധിയൊന്നും
ഒന്നുമില്ലാതെ ഞങ്ങൾക്ക് യേശുവിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പ്രാപിക്കണം എന്ന ആഗ്രഹത്തോടെ ഓടി വന്ന് അടുത്തുകൂടിയിരിക്കുന്ന ഈ ജനത്തെ നോക്കിക്കൊണ്ട് യേശു പറയുകയാണ്, നിങ്ങൾ വിലയില്ലാത്തവരെന്ന് സ്വയം കരുതരുത്. നിങ്ങളെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്തവരെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കരുത്. നിങ്ങൾക്കൊന്നിനും കഴിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ലോകത്തിന്റെ, ഭൂമിയുടെ ഉത്പാദനം. ഹല്ലേലൂയ. ഈ പകലിൽ നാം ആര് എന്നൊരു തിരിച്ചറിവ് ദൈവമക്കൾക്കുണ്ടാകണം. ഇന്ന് സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ടെ. നാം ആരാണ് എന്ന ബോധ്യം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഞാനൊരു ദൈവ പൈതലാണ്. എന്റെ അകത്ത് സ്വർഗീയ പ്രകാശമുണ്ട്. യേശു എന്റെ ഉള്ളിൽ വസിക്കുന്നു. മഹത്വത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് ഞാൻ. ഹല്ലേലൂയ. ഞാനൊരു ചെറിയ വ്യക്തിയല്ല, ഞാൻ നിസ്സാരണക്കാരനല്ല, ഞാൻ വിലയില്ലാത്തവനല്ല. എന്റെ മേൽ സ്വർഗം വലിയൊരു നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ദൈവഭക്തനെ, നീ വിലയേറിയവനാണ്, നീ മാന്യനാണ്. നിന്റെ ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. തന്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ദൈവം നിന്നിലൂടെ ആഗ്രഹിക്കുന്നു. നിന്നിലൂടെ ജീവിതങ്ങളിൽ രൂപാന്തരം വരുത്തുവാൻ, കുടുംബങ്ങളിൽ രൂപാന്തരം വരുത്തുവാൻ, ഹല്ലേലൂയ, സമൂഹത്തിൽ മാറ്റം വരുത്തുവാൻ, നിന്നെ ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവ പൈതലിന്റെയും ദൈവദാസന്റെയും ഒന്നും വില ചെറുതല്ലെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. നിങ്ങൾ പുറത്തു പോകുന്നു, ഒരു പലരുമായിട്ട് ഇടപെടുന്നു. അതിലൊരു വ്യക്തി ഇങ്ങനെ ജീവിതത്തെ കുറിച്ച് വലിയ ലക്ഷ്യബോധമൊന്നും ഇല്ലാതെ രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരമാകുമ്പോൾ കിട്ടുന്ന ശമ്പളം മേടിച്ച് നേരെ എവിടോട്ട് പോകും? ആ നീണ്ട ക്യൂ, ഏറ്റവും നീളമുള്ള ക്യൂ ഉള്ളത് എവിടെയാണെന്ന് അറിയാലോ, അവിടേക്ക് പോയി പിന്നെ മേടിച്ചടിച്ച് പൈസ എല്ലാം തീർത്ത് വീട്ടിൽ ചെന്ന് ഇപ്പൊ പിന്നെ വലിയ ബഹളങ്ങളൊന്നും ഇല്ലെന്നാണ് കേൾക്കുന്നത്. സ്ത്രീ ശാക്തീകരണമൊക്കെ ശക്തമായി കൊണ്ടിരിക്കുമ്പോഴേക്കും തൊട്ടാൽ വിവരം അറിയും, വനിതാ കമ്മീഷനെ വിളിക്കുമെന്നൊക്കെ പീഡിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഒരു പരിധിവരെയൊക്കെ ശാന്തമാകുമെന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ പറയുന്നു, സഹോദര, നമ്മുടെ ചർച്ചിൽ നല്ലൊരു കൂടിവരവുണ്ട്, കൂട്ടായ്മയുണ്ട്, നല്ലൊരു പാസ്റ്ററുണ്ട്, സ്നേഹമുള്ള ദൈവമക്കളുണ്ട്, പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമുണ്ട്, നമുക്ക് അവിടേക്കൊന്ന് പോകാം, നിങ്ങൾ എന്റെ കൂടെ അടുത്ത ഞായറാഴ്ച ചർച്ചിലേക്കൊന്ന് വരണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിലുള്ള ആ സ്വഭാവവും ദൈവസ്നേഹവും ഒക്കെ കണ്ടപ്പോൾ ആ വ്യക്തിക്ക് ഒരു മാറ്റം ഉണ്ടായി. അവൻ പറയുകയാണ്, ശരി, ഞാൻ അടുത്ത ഞായറാഴ്ച നിങ്ങളോട് വരികയാണെന്ന് പറഞ്ഞ് വന്നു, ആരാധനയിൽ പങ്കെടുത്തു. ആദ്യത്തെ ദിവസം ഒന്നും അതിന് മാറ്റമില്ല. പിന്നെ അടുത്ത ആഴ്ച ഒന്നുകൂടെ വന്നു, പിന്നെ 2 ആഴ്ച വരാതിരുന്നു, പിന്നെ വീണ്ടും ഒന്നുകൂടെ വന്നു. ഇങ്ങനെ പല ദിവസമായി. ഇതിനിടയ്ക്കുള്ള ദിവസം എല്ലാം പുള്ളിയുടെ പതിവ് പരിപാടി നടത്തുകയാണെന്ന് ഇരിക്കട്ടെ. പക്ഷെ അപ്പോഴെല്ലാം നിങ്ങൾ സ്നേഹത്തോടെ, സൗമ്യതയോടെ സ്തോത്ര ജീവിതത്തിന് മാറ്റം ഉണ്ടാകണം. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്, നിങ്ങളുടെ മക്കളെ ദൈവത്തിന് ഉന്നത നിലയിൽ എത്തിക്കാനായിട്ട് പദ്ധതിയുണ്ട് എന്നൊക്കെ ഇതൊക്കെ പറയാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇതിനൊക്കെ പ്രവചനപരമൊന്നും വേണ്ട. കാരണം ദൈവത്തെ ഒരുവൻ ഭയപ്പെട്ട് ജീവിച്ചാൽ അവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അത് പറയാൻ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവവചനത്തിലെ വാഗ്ദത്തമാണ്, നേരുള്ളവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവയെ ഭയപ്പെട്ടവന്റെ കൽപ്പന നടക്കുന്ന ഏവരും ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ഇങ്ങനെയുള്ള വാഗ്ദത്തങ്ങൾ ദൈവവചനത്തിനകത്തുള്ളത് കൊണ്ട് ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടാൽ, സ്നാനമേറ്റ് വിശുദ്ധിയോടെ ജീവിച്ചാൽ അവൻ അനുഗ്രഹിക്കപ്പെടും, അവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, അവർ ഉയർച്ച പ്രാപിക്കുമെന്നുള്ളതിന് സംശയം വേണ്ട. അത് പറയാൻ പ്രവചനപരമൊന്നും വേണ്ട. ബൈബിൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ധൈര്യമായിട്ട് പറയാം, യേശുവിനെ വിശ്വസിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഞാൻ തെളിവാണെന്ന് ധൈര്യമായിട്ട് പറയാം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മാറ്റം ഉണ്ടായി. അദ്ദേഹം തീരുമാനമെടുക്കുന്നു, ഞാൻ കൂടി നിർത്തുകയാണ്. ആദ്യമൊന്നും അദ്ദേഹത്തിന് ചിലപ്പോ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് പറ്റിയില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ വീണുപോയി. എന്നാൽ 2-3 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ രൂപാന്തരം ഉണ്ടായി, മാറ്റമുണ്ടായി. കുടുംബം ദൈവത്തെ അറിഞ്ഞു. അവരുടെ തലമുറകൾ ദൈവഭയത്തോടെ സൺഡേ സ്കൂളിലൊക്കെ പങ്കെടുത്ത് വചനം പഠിച്ച് ജീവിക്കുവാനായിട്ട് ആരംഭിക്കുന്നു. കുറച്ചു ദിവസം കഴിയുമ്പോൾ ആ കുടുംബത്തിന്റെ ഈ കുടി കാരണം കളഞ്ഞ പൈസ മുഴുവൻ ഇപ്പൊ ലാഭമായില്ലേ? സ്തോത്രം. അതിന്റെ ഒരു ചെറിയ ഭാഗം ദശാംശ സഭയിലേക്ക് കൊടുത്ത് അവർ കുഞ്ഞുങ്ങൾക്ക് നല്ല ഉടുപ്പ് മേടിച്ചു കൊടുക്കുന്നു, അവർക്ക് നല്ല പുസ്തകം മേടിച്ചു കൊടുക്കുന്നു, നല്ല സ്കൂളിൽ അവരെ പഠിപ്പിക്കുന്നു. ജീവിത നിലവാരത്തിന് മാറ്റം ഉണ്ടാവുകയാണ്. നോക്കുക, ഒരു വ്യക്തിയെ നിങ്ങൾ കർത്താവിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ കുടുംബത്തെ മുഴുവനും രൂപാന്തരത്തിലേക്ക് നയിക്കുകയാണ്. ജീവിത
ലോകത്തെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ വില ചെറുതല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ചെറിയൊരു വ്യക്തിയല്ല. ജീവിതങ്ങളിൽ രൂപാന്തരം വരുത്താൻ കഴിയുന്ന ഒരു ആദർശം ഉണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനിത്വം എന്ന ആദർശം മാത്രമാണ്. ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ മാർഗം മാത്രമാണ്. ജീവിതത്തിൽ രൂപാന്തരം വരുത്തുന്ന ഒരു വിപ്ലവമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിലൂടെയുള്ള മാറ്റം മാത്രമാണ്. അതിന്റെ ഡി അഡിക്ഷൻ സെന്ററിനൊന്നും ചെയ്യാൻ കഴിയാത്തതൊക്കെ പ്രാർത്ഥനയാൽ ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ രാധാമണി ആന്റിയുടെ സാക്ഷ്യമൊക്കെ പറഞ്ഞത് കേട്ടില്ലേ? ഇതുപോലുള്ള ഒന്നല്ല 100 കണക്കിന് സാക്ഷ്യങ്ങൾ. സ്തോത്രം. ആന്റി പറഞ്ഞ സാക്ഷ്യം നിങ്ങൾ ഓരോരുത്തരും ഈ ആഴ്ച 10 പേരോടെങ്കിലും പറയണം. ഞങ്ങളുടെ ചർച്ചയിൽ രാധാമണി എന്ന് പറഞ്ഞ ഒരു ആന്റി കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞ സാക്ഷ്യം ഇങ്ങനെയാണ്. അവർ ഇത്ര മാസം അല്ലെങ്കിൽ ഇത്ര സമയം സ്തോത്രം ഇന്ന് വേണാട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു. അവിടുന്ന് SUT കൊണ്ടുപോയി, അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു രക്ഷയില്ല. കുറച്ചു ദിവസം കഴിയുമ്പോൾ പറഞ്ഞു നിർത്താതെ ഡയാലിസിസ് ചെയ്യണം. എന്നാൽ ഇപ്പോൾ പ്രഷറിന്റെ ഗുളിക അല്ലാതെ മറ്റൊരു മെഡിസിൻ എടുക്കുന്നില്ല. ബസ്സുകാരിയുടെ ആരാധനയ്ക്ക് വന്നു. ഇത് നിങ്ങൾ പറയുന്ന 10 പേരോട് നിങ്ങൾ പറയണം യേശു എങ്ങനെ സൗഖ്യമാക്കുന്നു എന്ന്. അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിന് മുൻപാകെ നമുക്ക് പറയാനുള്ളത് ജീവന്റെ സാക്ഷ്യം മാത്രമാണ്. അവരോട് നിൽക്കാൻ നമ്മുടെ കയ്യിൽ ആയുധമില്ല. ആയുധത്തിന്റെ മാർഗമല്ല ഇത്, അത്ഭുതത്തിന്റെ മാർഗമാണ്. ഇത് സായുധ വിപ്ലവത്തിന്റെ മാർഗമല്ല, ജീവിത രൂപാന്തര വിപ്ലവത്തിന്റെ മാർഗമാണ്. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം പഠിപ്പിക്കുകയാണ്. അല്ലാതെ നിങ്ങൾ ചിന്തിക്കരുത് എനിക്ക് വീടില്ല, എനിക്ക് കാറില്ല, ഇത്ര രൂപ ലോണുണ്ട്, ബാധ്യതയുണ്ട്, ഞാൻ എന്ത് ചെയ്യും, നാളെ എന്റെ പിള്ളേരുടെ ഭാവി എന്താ, ഇങ്ങനൊന്നും അല്ല ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ. ഇത്രയും നാൾ നിങ്ങൾ ഇതുവരെ വന്നത്, ഇവിടെ വരെ വന്നത് നിങ്ങളുടെ കുടുംബസ്വത്ത് കൊണ്ടാണോ? അപ്പനമ്മ 10 കോടി രൂപ സമ്പാദിച്ചു വെച്ച് അതിന്റെ പലിശ എടുത്താണോ നിങ്ങൾ ഇതുവരെ വന്നത്? നിങ്ങൾ ഇട്ടിരിക്കുന്ന ഉടുപ്പും പാന്റും സാരിയും ഒക്കെ സ്തോത്രം ദൈവം നിങ്ങൾക്ക് ആരോഗ്യവും ബലവും തന്ന് ഇന്ന് വരെ വഴികൾ തുറന്ന് നടത്തിയത് കൊണ്ടാണെങ്കിൽ ഈ ദൈവം നാളെയും പുലർത്താൻ നല്ലവനായ വല്ലഭനായ ദൈവം തന്നെയാണ്. നമ്മുടെ ദൈവത്തിന്റെ പക്കൽ ഒന്നിനും കുറവില്ല. നമ്മുടെ ബാങ്ക് എന്ന് പറയുന്നത് ദൈവമാണ്, നമ്മുടെ വൈദ്യം ദൈവമാണ്, നമ്മുടെ മരുന്ന് ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിനെ ഇന്ന് വരെ നമ്മൾ നടത്താൻ കഴിയെങ്കിൽ നാളെയും നമ്മൾ നടത്തും, ഒരു സംശയവും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഉന്നതമായ ചിന്തകൾ. എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. 3 കുഞ്ഞുങ്ങൾ നീറ്റ് എക്സാം എഴുതാനായിട്ട് പോയി എന്ന് കേട്ടപ്പോഴേക്ക് റിസൾട്ട് എന്തുമായിക്കൊള്ളട്ടെ, എക്സാമിന് വേണ്ടി പോയി എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ചെറിയ കാര്യമല്ല. നിങ്ങളുടെ എക്സ്പെക്ടേഷൻ, നിങ്ങളുടെ ഹോപ്പ് വലുതാണ് എന്നതിന്റെ തെളിവാണത്. നിങ്ങൾ ദൈവത്തിൽ നിന്ന് വലിയവ പ്രതീക്ഷിക്കുന്നു എന്നതിന്റെ തെളിവാണത്. ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെ ഉന്നതമായ ചിന്തകൾ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന് നമ്മെ ആദരിക്കുവാൻ, മാനിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് വൻകാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ ഒന്നാമതായിട്ട് യേശു പറയുകയാണ്, നിങ്ങൾ ചെറിയവരല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ മാറ്റം വരുത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, കഴിവുണ്ട്, ശക്തിയുണ്ട്, കൃപയുണ്ട്. അല്ലെ? ഉപ്പിനെ എവിടെയെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് വെറുതെ കിടക്കുമോ? ഇല്ല. കുറച്ചു ദിവസം കഴിയുമ്പോൾ അതെന്ത് ചെയ്യും? നിങ്ങൾ ഒന്നും വേണ്ട, ഈ ആഫ്രിക്കൻ ഒച്ച. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിന്റെ അവിടെ ഒരു ആഫ്രിക്കൻ ഒച്ച ഇടയ്ക്ക് പോകുന്നുണ്ട്, വലിയ ഷെല്ലുള്ള ഒരു ഒച്ച ഇടയ്ക്ക് പോകുന്നുണ്ട്. സ്തോത്രം. ഇനി ആഫ്രിക്കൻ ഒച്ചാണെങ്കിലും എന്തൊച്ചാണെങ്കിലും സ്തോത്രം, നിങ്ങൾ അതിന്റെ ചുറ്റും കുറച്ച് ഉപ്പ് കൊണ്ടങ്ങ് ഇട്ട് നോക്കിയേ, എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ എന്റെ മേലിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ, അതിന്റെ മനസ്സിലിട്ട് വെച്ചിട്ട് ഉപ്പിട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? കുറച്ചു നേരം കഴിയുമ്പോൾ അത് ഉരുകി അല്ലാതാകും. എന്താ കാരണം? ഉപ്പിന് അതിന്റെ ചുറ്റുപാടുകളിൽ മാറ്റം വരുത്താനുള്ള ശക്തിയുണ്ട്. ഹല്ലേലൂയ. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അർത്ഥം നിങ്ങളുടെ ചുറ്റുപാടുകളിൽ മാറ്റം വരുത്താനുള്ള ശക്തി നിങ്ങളിലുണ്ടെന്ന്. ഒരു ദൈവവൈതലിന്റെ സാന്നിധ്യം പോലും അന്തരീക്ഷത്തിന് മാറ്റം വരുത്തുമെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്ന് പകലും ഞാൻ വിശ്വസിക്കുന്നു. രക്ഷിക്കപ്പെട്ട ആത്മാവിൽ ആരാധിക്കുന്ന ഒരു ദൈവവൈതലിന്റെ സാന്നിധ്യത്തിന് പോലും അന്തരീക്ഷത്തിന് മാറ്റം വരുത്തുവാനായിട്ട് കഴിയും. നിങ്ങൾ ചെല്ലുന്ന ഇടത്ത് ഈ അന്തരീക്ഷം വ്യാപരിക്കും. നിങ്ങൾ ജോലി ചെയ്യുന്ന
ചെയ്യുന്ന വീട്, നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസ്, നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ ജോലി ചെയ്യുന്ന കൃഷിയിടം, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന പച്ചക്കറി കട, എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിമിത്തം അവിടെ വ്യത്യസ്തമായ ഒരു ദൈവിക സാന്നിധ്യം ക്രിയേറ്റ് ചെയ്യപ്പെടും, ഉണ്ടാക്കപ്പെടും. അത് നിങ്ങളുടെ ചുറ്റുപാട് ഒരു റേഡിയൻസ് എന്നതുപോലെ, ഒരു പ്രകാശ വലയം എന്നതുപോലെ അത് വ്യാപരിക്കുവാനിടയാകും. കാരണം നിങ്ങളിൽ ഒരു ഉപ്പിന്റെ സ്വഭാവം, ക്രിസ്ത്യാനിത്വത്തിന്റെ സ്വഭാവം, രൂപാന്തരപ്പെടുന്ന സ്വഭാവം, ചുറ്റുപാടുകൾക്ക് മാറ്റം വരുത്തുന്ന സ്വഭാവം ദൈവം നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഈ സഭായോഗത്തിൽ ഇതൊക്കെ നിങ്ങളോട് പങ്കിടുന്നത് വെറുതെ നിങ്ങളെ ഒന്ന് ത്രില്ലടിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല. നിങ്ങളിത് യാഥാർത്ഥ്യത്തെ അതുപോലെ ഹൃദയത്തിനകത്ത് അങ്ങ് ഏറ്റെടുക്കണം. ഹല്ലേലൂയ. എന്നിട്ട് ഇന്ന് വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞു, ഞാൻ ഭൂമിയുടെ ഉപ്പാണ്, ഞാൻ ഉള്ളിടത്ത് മാറ്റമുണ്ടാകും, മാറ്റം സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. ഇനി ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ്? ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ കറിയുടെ ഉപ്പ് കറക്റ്റ് ആയിരിക്കുന്നു എന്ന് പറയുന്നത്? ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇവിടെ വീട്ടിലൊക്കെ ആഹാരം ഉണ്ടാക്കുന്നത് കൂടുതലും അമ്മമാരും ചേച്ചിമാരും ഒക്കെ ആണല്ലോ. നിങ്ങളോട് അമ്മച്ചിമാരെ, നിങ്ങളോട് ഇന്ന് നിങ്ങളൊരു അപ്പവും മുട്ടക്കറിയും ഉണ്ടായിക്കൊണ്ട് വെച്ചപ്പോഴേക്കും മുട്ടക്കറിയിലും അപ്പത്തിലും ഉപ്പ് കറക്റ്റ് ആണ് കേട്ടോ എന്ന് പറയുന്നത് ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ആഹാരം ഉണ്ടാക്കും. എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം? രസം ഉണ്ടാക്കാൻ അറിയാം? അറിയത്തില്ല. വളരെ സിമ്പിൾ ആണ്. ഇത് കഴിയുമ്പോൾ ഞങ്ങൾ വാങ്ങിയരാം. സ്തോത്രം. അപ്പോ ഞാൻ ഉറപ്പിച്ചത്, ഇപ്പൊ രസമൊന്നും ഉണ്ടാക്കിയിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ വെറുതെ ദിവസം നേർന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ, എന്നാൽ നിങ്ങൾ എത്രയോ തവണ കേട്ടുണ്ട് ഈ കറിയിൽ ഉപ്പ് പോലും ഇല്ല. അത് കേട്ടില്ലേ? എന്ത് കാര്യം ഇത്? ചുമ്മാ ഉപ്പെല്ലാം മാറിയിട്ടേക്കണം, ഉപ്പ് അവിടെ മുഴുവൻ ഇതിനകത്തിട്ടോ. കേട്ടിട്ടില്ലേ? ഇതല്ലെങ്കിൽ ഇതുപോലത്തെ പ്രയോഗം കേട്ടില്ലേ? എന്നാൽ ഇന്ന് വരെ നമ്മൾ കേട്ടില്ല ഉപ്പ് കറക്റ്റ് ആണ് കേട്ടോ. ഹല്ലേലൂയ. ശരിയല്ലേ പാസ്റ്റർ? പാസ്റ്റർ പറഞ്ഞിട്ടുണ്ടോ? അശ്വതി അത് പറഞ്ഞിട്ടുണ്ടോ? എടി ഇതിൽ ഉപ്പില്ലെന്ന് അശ്വതി പറഞ്ഞിട്ടുണ്ടോ? മിക്കവാറും പറയാറുണ്ടോ? ഇല്ല, വല്ലപ്പോഴും ഒക്കെ പറയാറുള്ളൂ. ഓക്കെ, ഞാൻ ഉറപ്പിച്ചത് ഉപ്പ് കൃത്യമായ അളവിലാണെങ്കിൽ ആരും എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. ഉപ്പ് കൂടിയാൽ പറയും, കുറഞ്ഞാലും പറയും. ഇനി അതിനകത്തൊരു ദൂത് ഞാൻ പറയാം. നിങ്ങളുടെ പേരൊന്നും ആരും പറഞ്ഞ് അഭിനന്ദിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ കറക്റ്റ് അളവിലാണെന്നാണ്. മനസ്സിലായില്ലേ? രാഹുൽ ഇന്ന കാര്യം ചെയ്തു കേട്ടോ, നന്നായിരിക്കുന്നു എന്ന് ഒരാള് പറഞ്ഞില്ലെങ്കിലും വിഷമിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. കറക്റ്റ് അളവിലാണെന്നാണ് അതിന്റെ അർത്ഥം. പേര് പറഞ്ഞില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ കറക്റ്റ് അളവിലാണെന്നാണ്. ഇപ്പൊ സന്തോഷം തോന്നുന്നുണ്ടോ എല്ലാവർക്കും? ഹല്ലേലൂയ. സ്തോത്രം. ഒരു അഭിനന്ദനം എല്ലാവർക്കും ആഗ്രഹിക്കുന്നുണ്ട്. നല്ലൊരു യൂട്യൂബ് ഒക്കെ നോക്കി നല്ലൊരു എന്താ പറയുക, ഒരു ഫിഷ് മോളി ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ മോളി ആന്റിക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, വരുന്നു ഫിഷ് മോളിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ, സ്തോത്രം, കൊണ്ടുവച്ച് കഴിയുമ്പോഴേക്കും ഇച്ചിരി മാറി നിന്ന് ഇങ്ങനെ നോക്കും, കഴിച്ചിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന്. ഒരു അഭിനന്ദനം. കൊള്ളാം, ഇതെന്തോ, ഈ കറിയുടെ പേരെന്താണ്? ഇതാണ് ഫിഷ് മോളി എന്ന് പറയുമ്പോ ഇതൊരു സംഭവം തന്നെയാണ് എന്ന് പറയുന്നത് കേൾക്കാൻ ഇങ്ങനെ കാതോർത്ത് കേട്ടില്ലെങ്കിൽ ഒരു വിഷമവും ഭാരവും ഒക്കെ തോന്നും. ഇല്ല, നല്ലവണ്ണം ടേസ്റ്റ് കഴിച്ചൊന്നും ഇല്ലാതെ എഴുന്നേറ്റ് പോയാൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ട് വേണം, അത് തന്നെ അഭിനന്ദനമാണ്. എല്ലാം പാകത്തിനായിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിച്ചാട്ടെ. ഈ മനോഭാവം ദൈവസഭയ്ക്കകത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. മനസ്സിലാകുന്നു? സ്തോത്ര ഉപവാസ പ്രാർത്ഥന നടന്നു, ഒരു കൺവെൻഷൻ നടന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രവർത്തനം നടന്നു, ആരുടെയും പേര് പറഞ്ഞില്ല, പേര് പറയാൻ വിട്ടുപോയി എന്നൊന്നും പറഞ്ഞ് ആരും പരാതിപ്പെടരുത്, പരിഭവപ്പെടരുത്. കാരണം പേര് പറഞ്ഞില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ കറക്റ്റ് അളവിലാണെന്നാണ്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ കറക്റ്റ് അളവിൽ അല്ലെങ്കിൽ പറയും, എന്നാലും ആ പുള്ളി വന്നില്ല, അല്ലെങ്കിൽ ആ പുള്ളിക്ക് ചെയ്യാമായിരുന്നു പക്ഷെ ആ പുള്ളി ചെയ്തില്ല. കറക്റ്റ് അളവിൽ അല്ലെങ്കിൽ പറയും. ഹല്ലേലൂയ. ഇല്ല, കൂടിപ്പോയാലും പറയും, കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കി വെച്ചിരിക്കുന്നു എന്ന ആശയത്തിൽ കൂടിപ്പോയാലും പറയും. പറഞ്ഞില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്തു എന്നാണ്, നിങ്ങൾക്ക് അവിടെ പ്രതിഫലമുണ്ട് എന്നാണ്. ഹല്ലേലൂയ. സ്തോത്രപ്പോൾ ഉപ്പ് കൃത്യമായ അളവിൽ ആയിരിക്കണം. സ്തോത്രം. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. കൊലോസ്യ ലേഖനത്തിലുണ്ടെന്ന്, കൊലോസ്യ ലേഖനത്തിലെ വാക്യമാണെന്നാണ് എന്റെ ചിന്ത. സ്തോത്രം. അപ്പോ നോക്കുക, കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. സ്തോത്രം. നമ്മുടെ
സഹോദരിമാരിലാണ് കൂടുതലും കണ്ടുവരുന്നത്. എങ്കിലും ചില സഹോദരിമാർ സംസാരിക്കാൻ തുടങ്ങിയാൽ എവിടെ നിർത്തണമെന്ന് അവർക്ക് അറിയത്തില്ല. അവസാനം വീട്ടിലൊരു ബഹളം ഉണ്ടാകാതെ അവർ നിർത്തത്തില്ല. എന്നാൽ ചില നേരത്ത് അങ്ങ് തീരുമാനമെടുത്തു കളയും, ഇന്ന് ഞാൻ ഒറ്റ അക്ഷരം മിണ്ടത്തില്ല, എന്ത് ചോദിച്ചാലും ഉത്തരം പറയത്തില്ല. എന്നാൽ ആവശ്യത്തിന് മിതമായിട്ട് കൃത്യമായിട്ട് പറയേണ്ടത്, പുഞ്ചിരിച്ചോണ്ട് പറയേണ്ടതെന്ന് ചിരിച്ചോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ അന്തരീക്ഷം തന്നെ മാറുകയാണ്. ശരിയല്ലേ? നിങ്ങളൊക്കെ ഇപ്പൊ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം എന്താ? ഞാൻ നിങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പ്രതികരിക്കുന്നത്. അപ്പോ ഒരു പുഞ്ചിരിയോടുകൂടെ വീട്ടിൽ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ അന്തരീക്ഷം ഊഷ്മളമായിരിക്കും. ദൈവ സാന്നിധ്യം നമുക്ക് അവിടെ അനുഭവിക്കാനായിട്ട് കഴിയും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. പ്രായോഗികമാക്കേണ്ട ജീവിതത്തിൽ, വീടുകളിൽ പ്രായോഗികമാക്കേണ്ട ആലോചനകളാണ് ഈ ഉപവാസത്തിന്റെ 3ാമത്തെ പകൽവേളയിൽ ഞാൻ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വീടിനകത്ത് സന്തോഷം, സമാധാനം, സഭയ്ക്കകത്ത് ഐക്യത, ദൈവസ്നേഹം ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന, ദൈവ സാന്നിധ്യം എപ്പോഴും സന്തോഷത്തോടെ വസിക്കുന്ന ഒരു അനുഭവത്തിന് വേണ്ടി ഈ ദൂതുകൾ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഉപ്പിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു, അതിന്റെ ചുറ്റുപാടുകൾക്ക് രൂപാന്തരം വരുത്താൻ, മാറ്റം വരുത്താൻ ശക്തിയുണ്ട്. 2, ഉപ്പ് കൃത്യമായ അളവിൽ ആയിരിക്കണം. 3, മുൻപൊക്കെ ഇപ്പോഴും ചിലർക്കൊക്കെ കാണാം ഉപ്പിലിട്ട സാധനങ്ങൾ, അല്ലെ? മാങ്ങ ഉപ്പിലിട്ടത്, നാരങ്ങ ഉപ്പിലിട്ടത്. നാരങ്ങ ഉപ്പിലിട്ടത് അത്ര നല്ലതാണെന്ന് തോന്നുന്നു. പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ടത്. പിന്നെ എന്തൊക്കെ അറിയാം? ലൗലോലിക്ക ഉപ്പിലിട്ടത്. വേറെ കാരയ്ക്ക ഉപ്പിലിട്ടത്. ഇതൊക്കെ വെളിയിൽ വെച്ചിരുന്നാൽ 5 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? കേടുവരും. പക്ഷെ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞാലും എന്ത് ചെയ്യത്തില്ല? കുഴപ്പമൊന്നും വരത്തില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഉപ്പൊരു പ്രിസർവേഷൻ. എന്റെ മലയാളം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എന്താണ്? അതെ, സംരക്ഷണ ഉപാധിയാണ്. ഒരു സംരക്ഷണ ഉപാധിയാണ്, അല്ലെ? ഉണക്കമീനിന്റെ തത്വം അത്രയേ ഉള്ളൂ, ഉപ്പിലിട്ട് സൂക്ഷിച്ചു വെക്കുക. ഹല്ലേലൂയ. അപ്പോ ഉപ്പിന്റെ പ്രത്യേകത, അത് കേടുപറ്റാതെ സൂക്ഷിക്കുന്ന ഒരു സാധനമാണ്. മറ്റു സാധനങ്ങൾക്ക് കേടുപറ്റാതെ സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് ഉപ്പ്. ഹല്ലേലൂയ. നിങ്ങളെ ദൈവമാക്കിയിരിക്കുന്നത് കേട് വരുത്താനല്ല, കേട് പറ്റാതെ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക്, നിങ്ങളുടെ സഭയ്ക്ക്, നിങ്ങളുടെ അയൽക്കാർക്ക്, നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് കേടുപറ്റാതെ സൂക്ഷിക്കാനുള്ള അധികാരവും നിയോഗവും ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ പരസ്പരമുള്ള ഉത്തരവാദിത്തമാണ്. എന്റെ കൂട്ടു സഹോദരന് കേടുണ്ടാകരുത്, എന്റെ കൂട്ടു സഹോദരിക്ക് കേടുണ്ടാകരുത്, എന്റെ വീട്ടിലാർക്കും കേടുണ്ടാകരുത്. കാരണം ഞാൻ ഭൂമിയുടെ ഉപ്പാകുന്നു. സ്തോത്രം. ഓർക്ക് വിശക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. അതോ ഇനി കാരക്കയും നാരങ്ങയും മാങ്ങയും ഒക്കെ പറഞ്ഞു കേട്ടപ്പോ കൊച്ചിന് ഇല്ലാത്ത വിശപ്പുണ്ടായതാണോ എന്ന് എനിക്കറിയത്തില്ല. ഉപവാസത്തോടെ ഇരിക്കുമ്പോഴാണോ പാസ്റ്റർ ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് ചിലരൊക്കെ അങ്ങനെ വായിൽ നിന്ന് വെള്ളം അങ്ങോട്ട് കൂടി ചാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഹല്ലേലൂയ. ഇന്ന് വൈകിട്ട് ഉപവാസ പ്രാർത്ഥന തീരുമല്ലോ. സ്തോത്രം. ഞാൻ തിരികെ വരട്ടപ്പോൾ സംരക്ഷിക്കാനുള്ള ഒരു ശക്തി ഉപ്പിനുണ്ട്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പെന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഒരു സുരക്ഷാ കവചമായി പ്രവർത്തിക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അതിന്റെ ശാസ്ത്രീയ തത്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതിന്റെ പ്രായോഗിക വശം മാത്രം ചിന്തിക്കാൻ. സ്തോത്രം. 4ാമതായിട്ട് ഉപ്പ് എന്ന് പറയുന്നത് ഒരു വൃത്തിയാക്കുന്ന സാധനമാണ്. ക്ലൻസിങ് ഏജന്റ് ആണ്, വൃത്തിയാക്കുന്ന സാധനം. കുറെ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്ക് അറിയത്തില്ലായിരിക്കും, അല്ലെ? കുറച്ച് എന്റെയൊക്കെ പ്രായമുള്ള ഞങ്ങളൊക്കെ ഓൾഡായി തുടങ്ങി, മുടിയൊക്കെ നരച്ചതിന്റെ ലക്ഷണമാണല്ലോ. കുറച്ച് പഴയ ആൾക്കാർക്ക് ഒരു പഴയ പരസ്യം അറിയാം. നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ? ഇപ്പോഴും ഉണ്ടോ പരസ്യം? ഉണ്ട്. എവിടെ? കൊള്ളാലോ. നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ട്. പണ്ട് ഞങ്ങളൊക്കെ ഉമിക്കരി വെച്ചാണ് ഒരു 10-12 വയസ്സ് വരെയൊക്കെ പല്ല് തേച്ചിരുന്നത്. ഉമിക്കരിക്കകത്ത് ഇടുന്ന സാധനങ്ങളിൽ ഒന്ന് ഉപ്പാണ്. ഹല്ലേലൂയ. ഉപ്പിന്റെ പ്രത്യേകത, അതിന് വൃത്തിയാക്കാനുള്ള ശക്തിയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ അമ്മമാരൊക്കെ മീനൊക്കെ കഴുകുമ്പോഴേക്കും ചട്ടിക്കകത്തോട്ട് ഈ എന്താ പറയുക, ഇച്ചിരി സ്മെല്ലൊക്കെ ഉള്ള മീനാണെങ്കിൽ, മത്തി പോലുള്ള മീനൊക്കെ ആണെങ്കിൽ ചട്ടിക്കകത്തോട്ട് ഇച്ചിരി ഉപ്പ് അങ്ങോട്ടിട്ട് കഴുകിയിട്ട് അവസാനം എന്ത് ചെയ്യാം? ഉപ്പ് വരലിട്ടെന്ന് ഇച്ചിരി കറക്കലുണ്ട്. ഹല്ലേലൂയ. ശരിയല്ലേ? കണ്ടിട്ടുണ്ടോ?
നമ്മളെല്ലാം കടയിൽ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് വെട്ടി മേടിച്ചോണ്ട് വരുന്നോണ്ട് ഇതിന്റെ ആവശ്യമില്ലെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഉപ്പിന് ശുദ്ധിയാക്കാനുള്ള, വൃത്തിയാക്കാനുള്ള ശക്തിയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവം നിങ്ങളെ വിശുദ്ധരായി വിളിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഒരു ശുദ്ധീകരണ അന്തരീക്ഷം ഉണ്ടാക്കാനും ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ തെറ്റായ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ സ്നേഹത്തോടെ, സൗമ്യതയോടെ, സഹോദര, സഹോദരി, മോനെ, മോളെ, അങ്കിളെ, ആന്റി, അതിങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല പറഞ്ഞാലും സാരമില്ല, പറയേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ചുറ്റുപാടുകളിൽ ശുദ്ധീകരണ ശുശ്രൂഷ ചെയ്യാനുള്ള നിയോഗം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഇനി സ്തോത്രം, ഉപ്പിന്റെ മറ്റൊരു പ്രത്യേകത ഞാൻ പറയാം. ഇതിന് മഞ്ഞിനെ ഉരുക്കാനുള്ള ശക്തിയുണ്ട്. കാരണം ടെമ്പറേച്ചറിന് ചൂട് കൂട്ടാനായിട്ട്, അന്തരീക്ഷത്തിന്റെ ചൂട് കൂട്ടാനായിട്ട് ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ നാട്ടിൽ അത്ര പരിചയമല്ലെങ്കിലും ഈ മഞ്ഞു വീഴുന്ന രാജ്യങ്ങളിൽ മഞ്ഞുകാലത്ത് റോഡൊക്കെ മഞ്ഞു മൂടി കിടക്കുമ്പോൾ അത് ക്ലിയർ ചെയ്യാനായിട്ട് ഉപ്പ് വിതറാറുണ്ട്. ഇപ്പൊ മെഷീനിലും വണ്ടിയിലൊക്കെ കൊണ്ടുപോയി ഉപ്പ് വിതറാറുണ്ട്. പണ്ടൊക്കെ കൈ കൊണ്ടായിരുന്നു വിതറിക്കൊണ്ടിരുന്നത്. കുറച്ച് കഴിയുമ്പോൾ ആ ഐസ് എന്ത് ചെയ്യും? അലിഞ്ഞു മാറും, റോഡ് ക്ലിയർ ആകും. എന്ന് പറഞ്ഞാൽ ഉപ്പിന്റെ പ്രത്യേകത, നിങ്ങളുടെ ജീവിത പാതയിൽ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെ കണ്ട് ഭയന്ന് പുറകോട്ട് മാറാനല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതിനെ ഒരുക്കി മാറ്റി മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഐസ് മെൽറ്ററാണ് ഉപ്പ്. 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 6ാമത്തെ കാര്യം, ഉപ്പിന്റെ ശക്തിയെ ചിലർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട്. സ്തോത്രം. പണ്ട് കാലത്തൊക്കെ കടകളുടെ മുൻപിൽ ചാക്കില് ഉപ്പ് വെളിയിലിട്ടേക്കുമായിരുന്നു. എന്താ കാരണം? അകത്ത് കടന്നു കഴിഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ കോൺക്രീറ്റിന് വരെ ഇത് ഡാമേജ് ഉണ്ടാക്കും, അല്ലെ? സിമെന്റിനെയൊക്കെ ഇത് പൊട്ടിച്ച് കളയും. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ഈ കടലിലൊക്കെ പണിയുന്ന പാലങ്ങൾ കാലം കുറെ കഴിയുമ്പോഴേക്കും തിരയില്ലാത്തടത്താണെങ്കിൽ പോലും ഉപ്പിന്റെ അംശം കൂടുതലുണ്ടെങ്കിൽ അത് പൊടിഞ്ഞളകും. അതിന്റെ സ്റ്റീൽ കമ്പിയൊക്കെ റസ്റ്റ് വരും, തുരുമ്പ് പിടിച്ച് ദ്രവിക്കുവാനായിട്ട് തുടങ്ങും. എന്താ കാരണം? ഉപ്പിന് ഇത്രയും ശക്തമായ കോൺക്രീറ്റിനെ പോലും, ഇരുമ്പിനെ പോലും തകർക്കാനുള്ള ശക്തിയുണ്ട്. കുറച്ച് സമയമെടുക്കുമെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. അതിനെ നെഗറ്റീവായിട്ട് കാണണ്ട, അതിന്റെ പോസിറ്റീവ് സൈഡ് ഞാൻ പറയുകയാണ്. ഇന്നത്തെ സ്ഥിതികൾക്കൊക്കെ അല്പസമയം കഴിഞ്ഞാലും മാറ്റം വരുത്താനുള്ള അധികാരം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പ്രാർത്ഥനയിൽ ഒത്തിരിക്കാൻ തയ്യാറെങ്കിൽ, സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കാൻ തയ്യാറെങ്കിൽ, ഈ ദിവസങ്ങളിൽ നേരിട്ട് വന്നിരിക്കുന്ന പ്രതിസന്ധികൾക്ക് ഇപ്പോൾ പെട്ടെന്നൊരു മാറ്റമൊന്നും കണ്ടില്ലെങ്കിലും നിരാശപ്പെടേണ്ട. വരും കാലങ്ങളിൽ അതിനെല്ലാം രൂപാന്തരപ്പെടുത്തുവാൻ, മാറ്റം വരുത്തുവാൻ നിങ്ങളിൽ ദൈവം അധികാരവും ശക്തിയും പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 7ാമതായിട്ട്, ഉപ്പ് ഒരു രോഗശമനിയാണ്. ദാഹശമനി എന്ന് കേട്ടില്ലേ? അതുപോലെ രോഗശമനിയാണ് ആര്? ഉപ്പ്. നിങ്ങൾ രോഗശമനിയാണ്. തെളിവ്, നിങ്ങൾ ഈ ആശുപത്രി പോകുമ്പോൾ പിള്ളേരൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് മൂക്കടങ്ങിയിരിക്കുന്ന സമയത്ത് ഒരു സാധനം തന്നിട്ടുണ്ടോ? നേസൽ ഡ്രോപ്സ് തന്നിട്ടുണ്ടോ? അതിന്റെ കണ്ടന്റ് വായിച്ചിട്ടുണ്ടോ? സയൻസ് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കെമിസ്ട്രി, സയൻസ്. ഉപ്പിന്റെ രാസനാമം എന്താണ്? സയൻസ് ആരുമില്ലേ? കെമിസ്ട്രി പഠിക്കുന്ന ആരുമില്ലേ? എന്താണ്? ധൈര്യമായിട്ട് പറഞ്ഞാട്ടെ. സോഡിയം ക്ലോറൈഡ് അല്ലേ? നിങ്ങൾ ഈ നേസൽ ഡ്രോപ്സിന്റെ കണ്ടന്റ് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഉപ്പ് വെള്ളമെന്ന് അതിന്റെ അർത്ഥം. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വൃത്തിയുള്ള ഉപ്പുണ്ടായിരിക്കണം, തിളപ്പിച്ചാറ്റിയ വെള്ളം ഉണ്ടായിരിക്കണം, അതിലേക്ക് അല്പം ഉപ്പ് കലർത്തിയിട്ട് കുഞ്ഞിന്റെ മൂക്കിലേക്ക് ഡ്രോപ്പായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ആ സാധനം തന്നെയാണ് ഈ സാധനം. നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ബോട്ടിൽ നല്ല പൈസയൊക്കെ കൊടുത്ത് മേടിക്കുന്നു, മറ്റൊരു സിമ്പിൾ ആയിട്ട് വീട്ടിലുണ്ടാക്കുന്നു. അത്രയും വ്യത്യാസമേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോ ഈ മൂക്കിലെ ഈ ബ്ലോക്ക് മാറ്റാനായിട്ട് എന്താ ഉപയോഗിക്കുന്നത്? രോഗശമനിയായിട്ട് സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഉപ്പ് ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ പാസ്റ്റർമാരൊക്കെ ഇങ്ങനെ കുറച്ച് ദിവസമൊക്കെ തുടർച്ചയായിട്ട് പ്രസംഗിച്ചു കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് എന്ത് സംഭവിക്കും? ഒരു വല്ലാത്ത സ്ഥിതിയാവും അല്ലേ? സാധാരണ നമ്മുടെ നാട്ടിലെ പൊതുവെ പ്രവാചകന്മാർ, അവർക്ക് ഒത്തിരി മീറ്റിങ്ങുകളൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ എല്ലാവരുടെയൊക്കെ ശബ്ദം ഏകദേശം ഒരേ റേഞ്ചിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പ്രവാചകന്മാരെല്ലാം പറഞ്ഞാൽ എന്താണ് സഹോദരി വിശേഷം,
എന്തൊക്കെയുണ്ട്, ഈ ഒരു സ്റ്റൈലിലല്ലേ സംസാരിക്കുന്നത്. അത് അവരുടെ കുറ്റമല്ല, അവരെല്ലാം അനുകരിക്കുന്നതൊന്നുമല്ല. സംസാരിച്ച് അവരുടെ തൊണ്ട അങ്ങ് വല്ലാതെ ആയി പോയതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോ അല്ലെങ്കിൽ ഈ തൊണ്ടയ്ക്കൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് പറയാറുണ്ട്, ഉപ്പ് വെള്ളം കൊണ്ട് എന്തോ ചെയ്യാന്, ഗാർഗിൾ ചെയ്യാനായിട്ട് പറയാറുണ്ട്. ഗാർഗിളിന്റെ മലയാളം എന്താ? നമുക്കറിയത്തില്ല. പിള്ളേരോട് പറയും കുളുകുളുവാക്കാൻ പറയും. അപ്പൊ ഗാർഗിളിന്റെ സിമ്പിൾ ആയിട്ടുള്ള മലയാളമാണ് കുളുകുളു. അപ്പോ ഉപ്പ് വെള്ളം കൊണ്ട് തൊണ്ടയ്ക്ക്, അതുപോലെ ഉപ്പ് ഇട്ട് ആവി പിടിക്കുക, ഉപ്പ് വെള്ളം തുണിയിൽ മുക്കി തൊണ്ടയിലൊക്കെ പിടിക്കുക, ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ അവിടെ ഒരു സൗഖ്യം വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. മൗത്ത് അൾസർ അല്ലെങ്കിൽ വായിൽ തൊണ്ടയിലൊക്കെ ഉണ്ടാകുന്ന അൾസർ, മുറിവ്, പുണ്ണ്, വായിൽ പുണ്ണ്, ഇതിനൊക്കെയുള്ള ഏറ്റവും നല്ല മരുന്ന്, വളരെ ലളിതമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന മരുന്നാണ് ഉപ്പ് വെള്ളത്തിൽ ഈ ഗാർഗിൾ ചെയ്യുക, ഉപ്പ് വെള്ളം ഉപ്പുക ഒക്കെ ചെയ്യുന്നത്. ഉപ്പ് ഒരു രോഗശമനിയാണ്. കർത്താവ് പറയുന്നത് നിങ്ങളൊരു രോഗശമനിയാണെന്ന്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഹല്ലേലൂയ. നമ്മൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നമ്മൾ ദൈവത്തെ ആശ്രയിക്കാം. നിങ്ങളിൽ രോഗശാന്തിയുടെ വരം ദൈവം തന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കുക. ഹല്ലേലൂയ. Thank you Jesus. Hallelujah. പാസ്റ്ററിനോട് പറഞ്ഞ സമയം തീർന്നു. ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് അല്പം മുന്നോട്ട് പോയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടെ അല്പം പറഞ്ഞ് 2-3 മിനിറ്റ് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താനായിട്ട് പോവുകയാണ്. നമ്മള് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലോ ഗവൺമെന്റ് സ്ഥാപനത്തിലോ ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് എല്ലാ മാസവും അവസാനം അല്ലെങ്കിൽ അടുത്ത മാസത്തിന്റെ തുടക്കത്തിൽ കിട്ടുന്ന സാധനത്തിന്റെ പേരെന്താണ്? ശമ്പളം. ശമ്പളത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്? സാലറി. സാലറി എന്നുള്ള പദം എവിടെ നിന്നാണ് വന്നതെന്ന് അറിയാവോ? സോൾട്ടിൽ നിന്നാണ് വന്നത്. സോൾട്ട് എന്ന് പറഞ്ഞാൽ ഉപ്പ്. ഇംഗ്ലീഷിലെ ഉപ്പിന്റെ ഇംഗ്ലീഷ് പേരാണ് സോൾട്ട്. സോൾട്ടിൽ നിന്നാണ് സാലറി വരുവാനിടയായത്. എങ്ങനെ ഇത് വന്നത്? പണ്ട് ഇതൊരു ഗ്രീക്ക് ബാക്ക്ഗ്രൗണ്ട് ഇതിനുണ്ട്. പദോൽപത്തി ശാസ്ത്രം എന്ന് പറഞ്ഞാലും വാക്കുകളുടെ ഉൽപ്പത്തി, വാക്കുകളുടെ ആരംഭം എന്ന് പറഞ്ഞൊരു ശാസ്ത്രശാഖയുണ്ട്, എറ്റിമോളജി. അത് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ഈ ഗ്രീക്ക് അതുപോലെ റോമൻ ഭരണകാലഘട്ടത്തിലൊക്കെ അവരുടെ സൈനികർക്ക്, പടയാളികൾക്ക് അലവൻസ്, ശമ്പളവും പിന്നെ അലവൻസും ഒക്കെ ആയിട്ട് കൊടുത്തിരുന്ന ഒരു സമയത്ത് കൊടുത്തിരുന്നത് ഉപ്പാണ്. ഉപ്പിനത് ഭയങ്കര വിലയായിരുന്നു. പ്രത്യേകിച്ച് മധ്യപൂർവ്വദേശത്ത് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഉപ്പ് കിട്ടാൻ പ്രയാസം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളിടത്ത് ശമ്പളമായിട്ട് കൊടുത്തിരുന്നത് ഉപ്പാണ്. അപ്പോ ഉപ്പിന് അങ്ങനെ സോൾട്ട് കിട്ടിയോ എന്ന് ചോദിച്ച് അത് ഇംഗ്ലീഷിലേക്ക് വന്നപ്പോ എന്തായി? സാലറി കിട്ടിയോ എന്നായി. ഹല്ലേലൂയ. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അതിനകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ സാലറി, ശമ്പളം എന്നുള്ള പദം സോൾട്ടിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഇതെന്താ വ്യക്തമാക്കുന്നതെന്ന് അറിയാവോ? കർത്താവ് ദൂത് പറയുമ്പോൾ, ജനത്തെ നോക്കി നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയുകയാണ്, അല്ലെങ്കിൽ അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നിങ്ങളുടെ അധ്വാനവും പ്രവൃത്തിയും ഒന്നും പാഴായി പോകുകയില്ല. ഇതിനെല്ലാം ഒരു പ്രതിഫലമുണ്ട്. ഈ ഭൂമിയിൽ വച്ച് ലഭിക്കുന്ന പ്രതിഫലം മാത്രമല്ല, നിത്യമായ പ്രതിഫലങ്ങൾ, നിത്യമായ അനുഗ്രഹങ്ങൾ ഈ ഭൂമിക്കപ്പുറത്ത് സ്വർഗത്തിൽ നിങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ സ്തോത്രം പറയുന്നതിന് പോലും ദൈവത്തിൽ നിന്ന് പ്രതിഫലമുണ്ട്. ആരാധനയ്ക്ക് വരുന്നതിന് പ്രതിഫലമുണ്ട്. ഇവിടെ പായിലൊന്ന് കസേരയിലൊന്ന് വന്ന് ഇരിക്കുന്നതിന് പോലും പ്രതിഫലമുണ്ട്. ഒന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കുന്നതിന് പ്രതിഫലമുണ്ട്. ദൈവനാമത്തിന് വേണ്ടി ചെലവിടുന്നതിന് പ്രതിഫലമുണ്ട്. ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിന് പ്രതിഫലമുണ്ട്. ദൈവവേലയ്ക്ക് വേണ്ടി ചെറുതോ വലുതോ നിങ്ങൾ കൊടുക്കുന്നതിന് പ്രതിഫലമുണ്ട്. നിങ്ങളുടെ അധ്വാനം ദൈവത്തിന് വേണ്ടി ചെലവിടുന്നതിന്, സമയം ചെലവിടുന്നതിന്, എന്റെ നാമത്തിൽ ഒരു പാനപാത്രം വെള്ളം കുടിക്കാൻ കൊടുത്താൽ അതിന് പ്രതിഫലം ഉണ്ടാകാതെ പോകയില്ല എന്ന് അരുളി ചെയ്ത കർത്താവ് പറയുന്നു. നിങ്ങൾ ചെയ്യുന്ന കർത്താവിന്റെ നാമത്തിൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് സന്തോഷത്തോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും
നാമത്തിൽ പിതാവേ, ആമേൻ. പാസ്റ്ററോടും സഭയോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും പ്രകാശിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.